കർത്താവിന് മഹത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് വളരെ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് കൂടെ പങ്കുവയ്ക്കാനാണ്. ഞാൻ കൃത്യമായിട്ട് ഐ എം എ ഫുൾ പ്രേറ്ററിസ്റ്റ്. ഐ ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ ക്രൂശിൽ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സകല പ്രവചനങ്ങളും പഴയ നിയമത്തിലുള്ള സകല പ്രവാചകന്മാരുടെയും ന്യായപ്രമാണത്തിന്റെയും സകലതും AD 70 ദേവാലയ നശീകരണത്തോടെ ന്യായപ്രമാണത്തിന് നീക്കം വരികയും പൗരോഹിത്യവും അതിനോടനുബന്ധമായ ദേവാലയവും തകർക്കപ്പെടുകയും ചെയ്തതിനാൽ പഴയ നിയമത്തിലെ സകല പ്രവചനങ്ങളും നിവർത്തിയായി എന്നും മിശിഹായും അവന്റെ സഭയും ഇന്ന് ഭൂമിയിൽ അവിടുത്തെ രാജ്യത്തിലായിരിക്കുന്നുവെന്നും അവിടുത്തെ രാജ്യത്തിന് അവസാനമില്ല എന്നും ക്രിസ്തു സകലതും പൂർത്തീകരിച്ചു എന്നും ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, മരിച്ചവരുടെ പുനരുത്ഥാനം കൃത്യമായ നിലയിൽ അത് പഴയ നിയമ വിശുദ്ധന്മാരോടുള്ള ദൈവത്തിന്റെ വാക്തത്വമാണെന്ന് കൃത്യമായി ബൈബിളിലുള്ളതുകൊണ്ട് അത് AD 70 സംഭവിച്ചു എന്നും നാം ഓരോരുത്തരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നമ്മെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് കൊണ്ട് വിശുദ്ധ സഭയിലെ സകല വിശുദ്ധന്മാരും കൃത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. മരിച്ച ശരീരം മണ്ണിൽ നിന്ന് തിരികെ പുനരുത്ഥാനം പ്രാപിച്ചു വരും എന്നുള്ള പരമ്പരാഗതമായ ചിന്തകൾ വിശുദ്ധ വേദപുസ്തകത്തിന് വിരുദ്ധമാകയാൽ അങ്ങനെ ഒന്ന് ആദമിൻ മുതലുള്ള കാലഘട്ടങ്ങളിൽ ക്രിസ്തീയ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് പഴയ നിയമത്തിലോ വ്യക്തമായി വെളിപ്പെടാത്തതാകയാൽ അവിടെ ഉപയോഗിച്ച മരണം എന്ന പദവും അതിനോട് അനുബന്ധമായുള്ള ഉയർത്തെഴുന്നേൽപ്പും ശരീരം മണ്ണിൽ നിന്ന് തിരിച്ചു വരും എന്നതിനെക്കുറിച്ചല്ല എന്നും കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ കാലഘട്ടങ്ങളിൽ ഈ സത്യങ്ങൾ മനസ്സിലാക്കി വരുന്നു. കഴിഞ്ഞ 125 വർഷമായിട്ട് ക്രൈസ്തവ ലോകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് ഉപദേശ മാലിന്യങ്ങൾ നിശ്ചയമായിട്ടും ഈ സത്യത്തിന്റെ മുൻപിൽ ഒഴുകിപ്പോകും എന്നതിന് തർക്കമില്ല. അതിൽ ബഹളി പൂണ്ടിട്ട് ചില ആളുകൾ വളരെ സ്റ്റാൻഡേർഡായിട്ട് പ്രതികരിക്കുന്നവരുണ്ട്, വളരെ അവരുടെ നിലവാരത്തിനനുസരിച്ച് പ്രതികരിക്കുന്നവരുണ്ട്. അതിലേറ്റവും കൂടുതൽ നന്നായിട്ട് പ്രതികരിച്ച ഒരാൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുമെന്ന് അറിയത്തില്ല, ബാല്യകാല സുഹൃത്തായിരിക്കുന്ന സഹോദരനാണ്. അദ്ദേഹം ഇവിടെ എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ പ്രിൻസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ പലവരും എനിക്ക് അയച്ചു തന്നു. അദ്ദേഹം അതിനകത്ത് ഉപയോഗിക്കുന്ന ചില വിശദീകരണങ്ങൾ, ഈ ഒരു ഉപദേശം പഠിപ്പിക്കുന്നവരുടെ അയോഗ്യതകൾ, അവർക്കത് യോഗ്യതയില്ല എന്ന നിലയിലും ഇങ്ങനെ വചനം പഠിപ്പിക്കണമെങ്കിൽ വേറെ എന്തോ സംഭവങ്ങളിലേക്ക് നമ്മൾ പോകണമെന്നൊക്കെയുള്ള കുറേ ആശയങ്ങൾ താനൊരു വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്തു. ഇവരെ പോലുള്ള ആളുകൾ ബഹുമാന്യരായ ആളുകളാണ്, 10 പേര് അംഗീകരിക്കുന്ന ആളായതുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം വലിയ സത്യമാണെന്നുള്ള ഒരു നിഗമനം ഓട്ടോമാറ്റിക്കലി ജനങ്ങളുടെ ഇടയിലുണ്ടാകും. അപ്പോൾ ബാക്കിയുള്ള നമ്മളെല്ലാം മഹാഭാവികളാണ്. ഇത് എൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. എന്തെങ്കിലും വ്യത്യസ്തമായി ഒന്ന് പറഞ്ഞാൽ ഉടനെ ഈ ജനത ഉടനെ പറയാറുണ്ട് ഇത് ദുരുപദേശമാണ്. അപ്പം ജനങ്ങൾ ഉടനെ ജോൺ ലോറൻസ് ദുരുപദേശം, ഈ ഒരു പേര് ആളുകളുടെ പുറത്തങ്ങ് ഇടുക എന്നൊരു ശീലം ഇവർക്കുണ്ട്. കാരണം നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യം ഇല്ല. ഇസ്ലാമിക ആളുകൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് പോലെ ഇതിനകത്തൊരു പെന്തക്കോസ് ഫോബിയ ഉണ്ട്. അവരുടെ ഉപദേശങ്ങളെ ആരെങ്കിലും തൊട്ടാൽ ഉടനെ പറഞ്ഞവനെ അങ്ങ് അവസാനിപ്പിക്കുക, അല്ലെ അവനെ അങ്ങ് കൊല്ലുക. ഇത് ഇവരുടെ ഇടയിലുള്ള സ്ഥിരമായ ഒരു നടപടിയാണ്. പലപ്പോഴും ഞാൻ ഇതിനൊന്നും മറുപടി കൊടുക്കാറില്ല. കാരണം അതിന് പറഞ്ഞ ആളുകൾക്ക് അതിന് അർഹതയില്ലാത്തതുകൊണ്ടല്ല. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, അവർക്ക് അർഹതയുണ്ട്. അല്ലെങ്കിൽ അവർ ഞാൻ അങ്ങ് പുച്ഛിച്ചു കളയാനും പറ്റത്തില്ല. പറയുന്ന ആളുകളൊക്കെ വലിയ ആളുകളാണ്, പക്ഷെ മറുപടി വേണ്ട എന്ന് വെച്ചു. പക്ഷെ ഇന്ന് ഈ വിഷയങ്ങൾ കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട്, പരസ്യമായി ഇത് പറയുന്നത് കൊണ്ട്, ഇതിന് വിരോധമായി സംസാരിക്കുന്ന വിഷയത്തിന് മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാകുകയാണ്. ഞാൻ എനിക്ക് ലഭ്യമായ എൻ്റെ നാട്ടിലെ അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ സാഹചര്യത്തിലെ ആ ഒരു നിലവാരത്തിൽ, ആ ഒരു സ്റ്റാൻഡിൽ അതിന് മറുപടി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന്. സോ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലൊക്കെ കൊണ്ടുവന്ന് എനിക്ക് അയച്ചു തന്നതാണ്. പലരും അയച്ചു തന്ന വീഡിയോ ഒന്നാണ്. ഞാനത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ വീഡിയോയിൽ അദ്ദേഹം, ഞാൻ ഫുൾ ഇടുന്നതിന് ഏകദേശം 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ്.
അതിൽ യേശുക്രിസ്തു വന്നിട്ട് പോയോ? ഈ ഒരു ചോദ്യമാണ് പുള്ളി ചോദിക്കുന്നത്. കാരണം ഇദ്ദേഹം ഇവരെല്ലാവരും പറയുന്നത്, കുറെ ആളുകൾ പറയുന്നുണ്ട് കർത്താവ് വന്നിട്ട് പോയി. പോയി ഞങ്ങൾ വന്നിട്ട് പോയി എന്ന് പറയുന്ന പൊടന്മാരൊന്നുമല്ല. വന്നിട്ട് എവിടോട്ട് പോകാനാണ്? വന്നിട്ട് പോയി എന്ന് പറയുന്ന ഭോഷ്ക്ക് പറയുന്നവരല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഇത് പറയുന്നവർ ആരെങ്കിലും ഒരു കൃത്യമായ നിലയിൽ ബൈബിൾ മനസ്സിലാക്കി ദിനവും പഠിക്കുന്നവരാണ്. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കും ചൊവ്വാഴ്ച വീട്ടു പ്രാർത്ഥനയ്ക്കും ഞായറാഴ്ച സഭായോഗത്തിനും സങ്കീർത്തന പദാവലിയും പിന്നെ ഒരു പ്രസംഗവും തട്ടിക്കൂട്ടുന്ന ആളുകളല്ല ഞങ്ങൾ. ഇതാദ്യം മനസ്സിലാക്കണം. ജീവിതത്തിന്റെ നല്ലൊരു സന്ദർഭം, നല്ലൊരു സമയം, ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയങ്ങൾ, മണിക്കൂറുകൾ ഇന്നും വേദപുസ്തകം വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. മണിക്കൂറുകൾ. ഇതാദ്യം നിങ്ങളുടെ ബോധം വേണം. അല്ലാതെ ഞങ്ങളാരും വിവരമില്ലാതെ ബോധമില്ലാതെ ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് എന്തോ ആളുകൾ നേടാനാണ്. എനിക്ക് ഒരാളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്നെ വിളിച്ച ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് കണക്ക് ബോധിപ്പിച്ചാൽ മാത്രം മതി. ആ തൻ്റെ ഇടവും ധൈര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവം മുമ്പിൽ കണക്ക് പറയേണ്ടി വരും എന്ന ബോധത്തോടെയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ചില വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകാം. ഞാൻ ചിലതങ്ങ് സ്കിപ്പ് ചെയ്ത് പോകും കേട്ടോ. ഈ ബൈബിൾ വ്യാഖ്യാനമായ ചില കാര്യങ്ങൾ പ്രാരംഭത്തിൽ അല്പം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലരും ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം അവർക്ക് വേദപുസ്തകപരമായി ലഭിച്ചതിന് ശേഷമല്ല. അവരിൽ പലരും അവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ അവർക്ക് സെക്യുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. വേദപുസ്തകപരമായിട്ടുള്ള അവരുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ പലർക്കും കഴിയുന്നില്ല, അല്ലെങ്കിൽ തെറ്റാണ്. വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, അത് ഇവരിൽ ചിലർക്ക് വിദ്യാഭ്യാസമുണ്ട്, ചിലർക്ക് വിദ്യാഭ്യാസമൊക്കെ അത് വിഷയം വിട്ടേര്. അപ്പോസ്തലനായ പൗലോസിന് വിദ്യാഭ്യാസം നന്നായിട്ടുണ്ടായിരുന്നു. പത്രോസിന് എത്ര വിദ്യാഭ്യാസം ഉണ്ടതായിട്ട് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ബൈബിൾ അത് വിടുക. വേദപുസ്തകം വിശദീകരിക്കാനായിട്ട് നമുക്ക് സെക്കുലർ വിദ്യാഭ്യാസം അല്ല വേണ്ടത്. നമുക്ക് ആത്മാവിൽ നിറഞ്ഞ ഒരു അകക്കണ്ണ് തുറന്നൊരു അനുഭവമാണ് വേണ്ടതെന്ന് ഞാനത് തുടക്കത്തിൽ അങ്ങ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. സോ അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം. ഈ തിയോളജിന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ എത്ര വിദ്യാഭ്യാസം സെക്കുലറായി ചെയ്തെങ്കിലും അവരെ ലേമൻ എന്നാണ്. തിയോളജിയന്മാരുടെ ഭാഷയിൽ അവരെത്ര സെക്കുലർ വിദ്യാഭ്യാസം ചെയ്താലും അവരെ ലേമാൻ എന്നാണ് വിളിക്കുന്നത്. ഈ തിയോളജിയന്മാരെന്ന് പറഞ്ഞ ഈ തലതൊട്ടപ്പന്മാരുടെ അവരുടെ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണം? ഈ തിയോളജിയന്മാർ പറയുന്ന എല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങണോ ഇതിനകത്ത് വിട്ടിരുന്നു? അതിനെ പറ്റിയൊരു വേദിയല്ല ഇത്. തിയോളജിയൻസ് എന്ന് പറഞ്ഞ ഇതൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന ഈ സെമിത്തേരിയിൽ ഉണ്ടായി വരുന്നവരാ. വെസ്റ്റേൺ തിയോളജി എന്ന് പറയുന്നത് തന്നെ വേസ്റ്റാണ്. ഞാൻ അതിനെ വേസ്റ്റേൺ തിയോളജി എന്നേ പറയുന്നു. വെസ്റ്റേൺ തിയോളജി എങ്ങനെ ഉണ്ടായത്? തിയോളജിയൻസ് ഇവർ പറയുന്നുണ്ട്. ഇദ്ദേഹം ഫോളോ ചെയ്യുന്ന ഏത് തിയോളജി? വെസ്റ്റേൺ തിയോളജി. രണ്ട്, യേശുക്രിസ്തുവിന്റെ കാലത്ത് എബ്രായ റൂട്ട്, ഞാൻ എന്തായാലും പറഞ്ഞ രീതിയിൽ ഞാൻ തുടങ്ങും. എബ്രായ റൂട്ട് ആരംഭിച്ചത് ഫ്രം ആദം മുതൽ ഇങ്ങോട്ട് അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്ക്, യാക്കോബ്, 12 ഗോത്രങ്ങളിലൂടെ പഴയ നിയമം രംഗത്ത് വരിക. പഴയ നിയമത്തിലെ ഓൾഡ് ടെസ്റ്റമെന്റിലെ ദൈവത്തെ സംബന്ധിച്ച വെളിപ്പാട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഗ്രീക്ക് ഫിലോസഫിയുമായുള്ള ബന്ധത്തിൽ വലിയ അന്തരം കാണാനായിട്ട് പറ്റും. ഞാൻ ഇതെല്ലാം കൂടി ഈ വീഡിയോയിൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഈ ഗ്രീക്ക് തത്വചിന്ത പുതിയ നിയമസഭയെ ധാരാളമായിട്ട് വിഴുങ്ങിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ ഗ്രീക്ക് തത്വചിന്ത എന്ന് പറയുന്ന ആ സൂപ്പിനകത്ത് നീന്തുന്ന ഒരു മനോഹരമായ ഗോൾഡൻ ഫിഷാണ്. ഞാൻ തെറ്റിദ്ധരിക്കല്ല, കാരണം അദ്ദേഹം മാത്രമല്ല, വെസ്റ്റേൺ തിയോളജി മുഴുവൻ ഗ്രീക്ക് സൂപ്പിനകത്ത് സ്വിം ചെയ്യുന്ന വെറും മത്സ്യങ്ങളാണ്. ഇവർ കുടിക്കുന്നത് ഗ്രീക്ക് ഫിലോസഫിയാണ്, ഇവരുടെ പ്രസംഗം ഗ്രീക്ക് ഫിലോസഫിയാണ്. ഇവരുടെ എവറി തിയോളജിക്കകത്തും ഈ ഗ്രീക്ക് സമ്പ്രദായം, ഗ്രീക്കിന്റെ വഴിവിട്ട ദൈവവചനത്തിന് വിരുദ്ധമായ ആശയങ്ങൾ ക്രൈസ്തവ സഭയ്ക്കകത്തുണ്ട്. അത് വെസ്റ്റേൺ തിയോളജിയുടെ പാർട്ട്. ശ്രദ്ധിക്കുക. കർത്താവ് യേശുക്രിസ്തുവിലൂടെ വന്നു. യേശുവിന്റെ അപ്പോസ്തലമായ യോഹന്നാന് ശേഷം നമുക്ക് പോളികാർപ്പിനെ കാണാം, ഐറേനിയസിനെ കാണാം, അഥനേഷ്യസിനെ കാണാം. പിന്നെ അങ്ങോട്ട് ആ നിലയിൽ ആ ജൂയിഷ് റൂട്ടിനെ ഫോളോ ചെയ്തിരുന്ന ഒരു വലിയ സമൂഹമുണ്ട്. AD 150 ആകുമ്പോഴേക്കും, അതായത് AD 70 യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിച്ചു. യെരൂശലേം തകർക്കപ്പെട്ടു. കർത്താവിന്റെ അപ്പോസ്തലന്മാർ ഏറെക്കുറെ എല്ലാവരും മരിച്ചു. യോഹന്നാൻ മാത്രം ശേഷിച്ചു. അങ്ങനെ പലയിടങ്ങളിലേക്ക് ഈ യഹൂദന്മാരുടെ മേൽക്കോയ്മ അവസാനിച്ചു. ക്രിസ്തീയ സഭ വീണ്ടും വളരുവാൻ തുടങ്ങി.
ഈ വളരാൻ തുടങ്ങിയ ഈ സഭ കൃത്യമായ നിലയിൽ മുൻപോട്ട് വരുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്നത് എബ്രായിക്ക് ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ജൂയിഷ് ക്രിസ്ത്യൻസ് ആയിരുന്നു. അവർ ഫോളോ ചെയ്തിരുന്നത് കൃത്യമായ നിലയിലുള്ള ഓൾഡ് കവനന്റ് ബേസിലുള്ള എബ്രായിക്ക് റൂട്ടാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ എബ്രായ സമുദായത്തെ, ഞാനത് മുമ്പോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ക്രൈസ്തവ സഭ ആദ്യമായി ഗ്രസിച്ചത് ഗ്രീക്ക് ഫിലോസഫിയാണ്, ഗ്നോസ്റ്റിസിസമാണ്. അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതുമ്പോഴും അപ്പോസ്തലനായ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോഴും ഈ ഗ്രീക്ക് ഗ്നോസ്റ്റിസിസത്തെ കൃത്യമായ നിലയിൽ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി, അതിനെ റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ, അദ്ദേഹത്തിന്റെ സുവിശേഷവും രേഖപ്പെടുത്തിയത്. നമുക്ക് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ എങ്ങനെയാണ് ഗ്രീക്ക് ഫിലോസഫിയെ അദ്ദേഹം ഡോമിനേറ്റ് ചെയ്തതെന്ന്, അല്ലെങ്കിൽ അതിനെ റെഫ്യൂട്ട് ചെയ്തതെന്ന് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. ഏകദേശം 150 BC AD 150 ആയപ്പോഴേക്കും ക്രൈസ്തവ സഭയിലെ 2/3 ഭാഗം ആളുകളും ഗ്രീക്ക് തത്വചിന്തയുടെ വലയത്തിലേക്ക് വീണു കഴിഞ്ഞു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചരിത്രമാണ്. ഞാൻ പറഞ്ഞാൽ അത്തനേഷ്യസ് വന്നു. അത്തനേഷ്യസ് ഒക്കെ കൃത്യമായ നിലയിൽ ആ റൂട്ട് ഫോളോ ചെയ്തവരാണ്. പിൽക്കാലത്ത് യഹൂദന്മാർ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കാരണം റോമൻ സാമ്രാജ്യം ഈ മതത്തെ സ്വീകരിക്കുകയും മതമായി സ്വീകരിക്കുകയും അതിനെ ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ കൃത്യമായി ക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും പാറ്റേൺ കൊണ്ടു നടന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയെ പുറത്താക്കിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എൻ്റെ പ്രിയ സ്നേഹിതനും അറിയാവുന്ന കാര്യം. പിന്നെ മുമ്പോട്ട് വരുന്നു, സെന്റ് അഗസ്റ്റിൻ രംഗത്ത് വരുന്നു. സെന്റ് അഗസ്റ്റിന്റെ കാലം വരുമ്പോഴേക്കും നിയോ പ്ലേറ്റോണിസം എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് തത്വചിന്തയുടെ ഡിസൈപ്പിൾ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഫിലോസഫിയുമായി അദ്ദേഹം ചർച്ചിലേക്ക് വന്നു. നമ്മൾ ഇന്ന് കാണുന്ന മിക്കവാറുമുള്ള എല്ലാ ദുരുപദേശങ്ങളും ഉണ്ടായി വന്നതിന്റെ ആ ബാക്കിലെ റൂട്ട് എന്ന് പറയുന്നത് സെന്റ് അഗസ്റ്റിനാണ്. ഞാൻ അതിലേക്കും കൂടുതൽ പോകുന്നില്ല, നിങ്ങൾക്ക് യു കൻ ചെക്ക് ഇറ്റ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, അവിടെ കൊണ്ട് ക്രിസ്തുവിന്റെ ആ റൂട്ട് അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ആകും. പിന്നെ ടോട്ടൽ ഡോമിനേറ്റ് ചെയ്തത് വെസ്റ്റേൺ തിയോളജിയൻസ്. സെന്റ് അഗസ്റ്റിൻ വന്നു, തോമസ് അക്വിനാസ് വന്നു. പിന്നെ അതിനുശേഷം നമുക്കറിയാം ഇന്ന് നിലവിലുണ്ടായിരുന്ന ഒരുപാട്, ജോൺ കാൽവിൻ ആണെങ്കിലും മാർട്ടിൻ ലൂതർ ആണെങ്കിലും, ഇങ്ങോട്ട് മുമ്പോട്ട് നിങ്ങൾ നോക്കി എല്ലാ നവോത്ഥാനത്തിന്റെ ആളുകളെല്ലാവരും ഓൾമോസ്റ്റ് ഇവരെല്ലാവരും വെസ്റ്റേൺ തിയോളജിയുടെ പാർട്ടാണ്. മിക്കവാറും ഇവരെല്ലാവരും തന്നെ അഡ്വക്കേറ്റ്സ് ആണ്, ലോയേഴ്സ് ആണ്. അപ്പോൾ ഇവർ വേദപുസ്തകത്തെ എടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിലാണ് അവർ പലതിനെയും വ്യാഖ്യാനിക്കാൻ തുടങ്ങി. നീതി എന്നത് അവരുടെ കോടതിയുടെ ഭാഷയിലേക്ക് വന്നു. പാപം എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ ഭാഗമായി. ഇങ്ങനെ അവർക്ക് ലഭ്യമായ സെക്യുലർ എഡ്യൂക്കേഷനുമായിട്ട് വേദപുസ്തകവുമായി കണക്ട് ചെയ്ത് വെസ്റ്റേൺ തിയോളജി വളരെ സ്ട്രോങ് ആയിട്ട് പോപ്പുലറായി. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ഒറിജിനൽ എബ്രായ റൂട്ട്, അപ്പോസ്തലിക റൂട്ട്, ക്രിസ്തുവേശുവിന്റെ എബ്രായിക് റൂട്ടുള്ള, അപ്പോസ്തോലിക് ക്രൈസ്റ്റിന്റെ റൂട്ടുള്ള യഹൂദന്മാർ ചർച്ചിൽ നിന്ന് പുറത്തായി. അവര് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആ നിലയിലേക്ക് അവിടെ വെച്ച് രണ്ടായിട്ട് പിരിഞ്ഞു. ഇന്ന് ക്രൈസ്തവ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ തിയോളജിയാണ്. വെസ്റ്റേൺ തിയോളജിയുടെ ആളുകൾ തന്നെ ഇവരെല്ലാവരും. അപ്പൊ ഞാൻ ആരംഭിച്ച് പറയുന്നത്, തിയോളജിയൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വെസ്റ്റേൺ തിയോളജിയൻസ് ആണോ അതോ ഈസ്റ്റേൺ തിയോളജി? ഞാൻ ഫോളോ ചെയ്യുന്നത് വെസ്റ്റേൺ തിയോളജി അല്ല. ഒരു പക്ഷേ ഞാൻ പറയുന്ന പ്രസംഗത്തിനകത്ത് വെസ്റ്റേൺ തിയോളജിയുടെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, അതിൻ്റെ അപ്പകഷ്ണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പഠിച്ചതും വളർന്നു വന്നതും ഒക്കെയും എനിക്ക് അറിയാവുന്നതെല്ലാം തന്നെ ഈ പാശ്ചാത്യ സുവിശേഷവുമായിട്ട് അല്ലെങ്കിൽ തിയോളജിയുമായി ബന്ധപ്പെട്ടത്. പിന്നെ അത് ഈവൻ ഗ്രേസ് എന്ന് പറയുന്ന ടീച്ചിങ്സ് പോലും അത് കൃത്യമായ നിലയിൽ വെസ്റ്റേൺ തിയോളജിയുടെ പാർട്ട്. കാൽവിനിസം ആണെങ്കിലും അർമേനിയസം ആണെങ്കിലും പിന്നെ യൂണിവേഴ്സലിസം ആണെങ്കിലും എല്ലാ ഇസങ്ങളും വെസ്റ്റേൺ തിയോളജിയുടെ പാർട്ട്. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഓൾ ഹെബ്രായിക് റൂട്ടും ഗ്രീക്ക് റൂട്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഇപ്പൊ ഇത് പറയുമ്പോൾ ഉടനെ പറയാം, നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് പറയണമെങ്കിൽ BTH MTH BD CD എന്ന് പറയുന്ന കുറെ സാധനം നമ്മുടെ വാലയിലുണ്ടെങ്കിൽ ഇവർ പറയുന്ന ഭാഷ പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ എബ്രായർ എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും ഗ്രീക്കുകാർക്ക് ദൈവത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും രണ്ടും രണ്ടാണ്. ഈ കാണുന്ന ഭൗതിക ലോകത്തെക്കുറിച്ച് യഹൂദന്റെ കാഴ്ചപ്പാടും ഗ്രീക്കുകാരുടെ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യസ്തമാണ്. ഇത് ഞാൻ കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. അപ്പം ഇവിടെ തിയോളജിയന്മാരുടെ ഭാഷയിൽ പറഞ്ഞ് ഞങ്ങൾ ലെയ്മാൻ ആണെന്നേ, ഞങ്ങൾ കൂലിപ്പണിക്കാർ എന്ന് പറഞ്ഞോ കുഴപ്പമില്ല. പറയുന്നത് ഈ വെസ്റ്റേൺ തിയോളജിക്കാരല്ലേ, അറിയാം ചേട്ടന്മാർ ആരാണെന്നും ചേട്ടന്മാർ എന്താ പറയുന്നതെന്നും ചേട്ടന്മാർക്ക് ദൈവത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം എന്താണെന്നും കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത്.
വേദപുസ്തകം പഠിക്കാൻ ഒരു തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്ന് യേശു പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടില്ല. ആദിമസഭയിൽ ആരും ഇതുപോലെയുള്ള സെമിത്തേരിയിൽ പോയി പഠിച്ചവരല്ല. യേശു ക്രിസ്തുവിനോ അവന്റെ അപ്പോസ്തലന്മാർക്കോ നിങ്ങൾ ഈ പറയുന്ന ബീഡി, പീഡി, CD, പിന്നെ സിഗരറ്റ് എന്നൊക്കെ പറയുന്ന ഈ പേരിന്റെ അറ്റത്തുള്ള ഈ തെരണ്ടി വാലി ഇല്ല. ഇതാദ്യം മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെ കുറിച്ച് കൃത്യമായ നിലയിൽ അന്നത്തെ ജൂയിഷ് സമൂഹം പറഞ്ഞതാണ്, ഇവർ പഠിപ്പില്ലാത്തവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, മീൻപിടുത്തക്കാരാണ് പറഞ്ഞു. എൻ്റെ അർത്ഥം എന്താ? മീൻപിടുത്തക്കാരനായ പത്രോസെ, നിന്റെ പുസ്തകം ഞാൻ വായിക്കത്തില്ല. മീൻപിടുത്തക്കാരനായ പത്രോസിന്റെ പുസ്തകമല്ലേ വായിച്ചിട്ടല്ലേ PhD പഠിപ്പിക്കുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? അക്കോർഡിംഗ് ടു യുവർ തിയോളജിക്കൽ പെർസ്പെക്റ്റീവ്, വെർ ഈസ് ദാറ്റ് മാൻ? ക്യാൻ യു ടേക്ക് ഹിസ് ബുക്ക്? എന്ത് ഓതന്റിസിറ്റി ഉണ്ട് ആ ബുക്കിനകത്ത്? കാരണം അദ്ദേഹത്തിന് സെക്കുലർ വിദ്യാഭ്യാസവും ഇല്ല, അയാൾക്ക് തിയോളജിക്കൽ. ഇപ്പൊ പറയും യേശുവിന്റെ കൂടെ 3 വർഷം പഠിച്ചു. യേശു ക്രിസ്തുവിന്റെ കൂടെ 3 വർഷം ഇരുന്നപ്പോ യേശു എന്താ പഠിപ്പിച്ചെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. Was explaining the law and the prophets, the old covenant. That's all. കാരണം യേശു ക്രിസ്തുവിന്റെ കയ്യിൽ പുതിയ നിയമ പുസ്തകം ഇല്ലായിരുന്നു. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന പുസ്തകം പഴയ നിയമമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ വിടുക. നമുക്ക് ബാക്കി അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാം. കണക്കാക്കും ഒരു നല്ല മാസ്റ്റർ ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒന്നിലധികം ഉണ്ടെങ്കിൽ പോലും, വേദപുസ്തകപരമായ സിസ്റ്റമാറ്റിക്കലായിട്ട് ഒരു സെമിനാരിയിലോ അതിന്റെ സെറ്റപ്പിലോ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാത്തവരെ ലേമൻ എന്നാണ് പറയുന്നത്. ഇന്ന് ഈ തരത്തിലുള്ള തിയോളജികൾ പഠിപ്പിക്കുന്നവരിൽ ഒരു നല്ലൊരു പങ്ക് ആൾക്കാരും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോപ്പറായ ഞങ്ങൾ ആരും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച ആളുകളെയും സിസ്റ്റമാറ്റിക് ആയിട്ട് തിയോളജി പഠിപ്പിക്കുന്ന ആളുകളെയും ബൈബിൾ കോളേജിൽ പോയി പഠിപ്പിക്കുന്ന ആളുകളെയും എല്ലാവരും എനിക്കറിയാം. എനിക്ക് അങ്ങനെ ധാരാളം സുഹൃത്തുക്കൾ. അവരുടെ നിലവാരവും എനിക്കറിയാം, അവർ ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നതും എനിക്കറിയാം. വേദപുസ്തകം വ്യാഖ്യാൻ സിസ്റ്റമാറ്റിക് തിയോളജി അല്ല പഠിക്കേണ്ടത്. വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ യേശുക്രിസ്തു പറഞ്ഞ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇദ്ദേഹം അതിനുശേഷം പറയുന്ന ഒരു വാക്കാണ്, ഞാൻ അതും കൂടെ പറഞ്ഞ ശേഷം കൂടുതൽ വിശദീകരിക്കും. പഠിച്ചോ അങ്ങനെ ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളവരോ അല്ല, ഭാഗികമായി അല്പം എന്തെങ്കിലും പഠിക്കുകയോ അല്ലെങ്കിൽ ഒന്നും പഠിക്കാത്തവരാണ്, അവരാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൂടുതൽ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈ ഇന്റർനെറ്റിൽ കുറെ മെറ്റീരിയൽ കിട്ടും, അവർക്കത് വായിച്ചാൽ മനസ്സിലാകും. അത് ഒന്നിനോടൊന്നും ബന്ധമില്ലാത്ത മെറ്റീരിയൽ ആയിരിക്കും. ആ എഴുതിയ ആൾക്കാർക്ക് ആധികാരികത ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിയത്തില്ല. ഈ അദ്ദേഹത്തിന്റെ ഈ കാർഡടിച്ച് വെടിവെക്കുക, ഇന്റർനെറ്റിൽ കുറെ മെറ്റീരിയൽ കിട്ടും, അത് ഒന്നിനോടൊന്നും ബന്ധപ്പെടത്തില്ല, അത് ശരിയാണോ ഓതന്റിക് ആണോ എന്ന് ഈ പറയുന്നവർക്ക് അറിയത്തില്ല. ഞങ്ങളെല്ലാവരും ABCD ഒന്നും വായിക്കാത്ത ആളാ. നിങ്ങൾ ആരെ പൊട്ടനാക്കുക? ഇതൊക്കെ ഈ തിയോളജി പഠിപ്പിക്കുന്ന എല്ലാവരും പൊട്ടന്മാരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പ്രിൻസെ, നിങ്ങൾ ഒരു PhD ഹോൾഡർ, നിങ്ങൾ ഈ പറയുന്ന മെത്തേഡാണ് PhDക്ക് ആധാരമെങ്കിൽ, അതുകൊണ്ട് ഈ പരസ്യമായിട്ട് പറയാം, നിങ്ങൾ എടുത്ത PhD ഞാൻ 6 മാസം കൊണ്ട് എഴുതിയെടുക്കും. ഇതൊരു ചലഞ്ചാണ്. നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലവാരം മാത്രമേ ഒരു PhD-കാരനുള്ളതെങ്കിൽ നിങ്ങൾ എടുത്ത PhD 6 മാസം കൊണ്ട് ഞാൻ എഴുതിയെടുക്കാമെന്ന്. ഇതൊരു ചലഞ്ചാണ്. വിദ്യാഭ്യാസവും വിവരവും ഇല്ലാഞ്ഞിട്ടല്ല സഹോദര ഇതൊക്കെ സംസാരിക്കുന്നത്. നമ്മൾ അങ്ങനല്ല. ഇത് നിങ്ങളുടെ മാത്രം കുഴപ്പമല്ല, ഇത് മുഴുവൻ പെന്തക്കോസ്തിന്റെ കുഴപ്പം. കാരണം പെന്തക്കോസ്ത് 125 വർഷത്തിന് മുമ്പ് ആരംഭിച്ചിട്ട് ഇതിന് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് തിയോളജി എന്ത്? നിങ്ങൾക്ക് എന്ത് സിസ്റ്റമാറ്റിക് ഉണ്ട്? ഞാൻ ആദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കാം. നിങ്ങളുടെ രക്ഷാശാസ്ത്രം എന്ത്? ഒന്ന് പറ. എവിടുന്നാ രക്ഷിക്കപ്പെടേണ്ടത് പറ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയണം. അപ്പൊ പറയും, ഇദ്ദേഹം ചോദിക്കുന്ന മറുപടി അർഹമല്ലത്, മറുപടി പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് എവിടുന്നാ രക്ഷിക്കപ്പെടേണ്ടത് ആദ്യം പറ. അപ്പൊ പറയും പാപത്തിൽ നിന്നാണ്. അപ്പൊ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ പിന്നെ പാപം ചെയ്യുന്നില്ല ചോദിച്ച് പറയും, അത് നമ്മൾ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം ആരും ചെയ്യുമെന്ന്. ഓക്കെ, അപ്പൊ ശരീരമാണോ ഇതിന് കുഴപ്പമെന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയും. അപ്പൊ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ പറയും, ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലെന്ന് പറയും. മനസ്സിലായ പോകുന്ന പോക്കുണ്ടോ? എവിടുന്ന് രക്ഷിക്കപ്പെടേണ്ടത്? പാപത്തിൽ നിന്ന്. അപ്പം ഇതാണ് അവരുടെ രക്ഷാശാസ്ത്രം. വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെ ആരെങ്കിലും സ്വർഗം നിത്യതയിലേക്ക് പോകണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിങ്ങൾക്ക് 24 മണിക്കൂർ ഈ നിത്യത എന്ന് പറഞ്ഞ എവിടെ നിന്ന് കിട്ടിയത്? യേശു ക്രിസ്തു അപ്പോസ്തലന്മാരോ സ്വർഗത്തിലേക്ക് പോകണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശു എന്താ പറഞ്ഞത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. അല്ലാതെ ഞങ്ങളെ എല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് മുകളിലോട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ നിത്യതയുടെ സുവിശേഷം?
അല്ലെങ്കിൽ നിത്യത നിത്യത എന്ന് 24 മണിക്കൂർ പറയുമല്ലോ. എവിടെ കിട്ടി? അതിന്റെ അടിസ്ഥാനം എന്താണ്? യഹൂദന്മാരായ ഓൾഡ് ടെസ്റ്റമെന്റ് ബിലീവേഴ്സിന് ദൈവം കൊടുത്ത വാക്തത്വമാണ് പുനരുത്ഥാനം. അത് അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 23, 24, 26 അധ്യായങ്ങളിൽ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ, ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിൽ, എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ, യെശയ്യാവിന്റെ പ്രവചനം 25-ാം അധ്യായത്തിൽ, ഇങ്ങനെ ഓൾഡ് കവനന്റ് മുഴുവൻ റിസറക്ഷൻ വാസ് ദ പ്രോമിസ് ഓഫ് ഇസ്രായേൽ. ഈ പ്രോമിസ് എപ്പോഴാണ് നിങ്ങളുടെ പ്രോമിസ് ആയത്? ടെൽ മീ. നിങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾക്ക് ആർക്കും വചനവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല. എവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് അടിസ്ഥാനം? നിങ്ങൾക്ക് എവിടെ പുനരുത്ഥാനം? പുനരുത്ഥാനം നിങ്ങൾക്ക് എപ്പോൾ വാക്തത്വമായി ലഭിച്ചു? പറയണം. ദൈവരാജ്യം, ഇതുപോലെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യം ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതിന് മറുപടി തരണം. ഇയാൾ മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു പോകരുത്. നിശ്ചയമായിട്ടും മറുപടി തരണം. വേദപുസ്തകം വെച്ച് മറുപടി തരണം. ഞാനത് സഹോദരന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, തന്റെ അടുത്ത വാദത്തിൽ ഒരു നല്ല പബ്ലിക്കേഷൻ ആണോ ഈ പുസ്തകം പുറത്തിറക്കിയത് എന്ന് അവർക്ക് അറിയില്ല. ശരി, അക്കാഡമിക് റൈറ്റിംഗും സ്പിരിച്വൽ റൈറ്റിംഗും അതേപോലെ ഈ അക്കാഡമിക് റൈറ്റിംഗ്, സ്പിരിച്വൽ റൈറ്റിംഗ് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ആരും സ്കൂളിലും പോയിട്ടില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചിട്ടുമില്ല. ഞാൻ അക്ഷരം പഠിക്കുന്ന സമയത്ത് മാങ്ങ പറിക്കാൻ പോകുമായിരുന്നു. ഞങ്ങൾ ആരും ഇത് പഠിച്ചിട്ടില്ല. ഇങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല. ഇവിടെ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അനേക വർഷങ്ങൾ പഠിപ്പിച്ച സാറുമാരോട് ഞാൻ സംസാരിച്ചോണ്ട് വിവരം ബോധമില്ലാത്തവന്മാർ. അവർക്ക് MDH വരെ ഉണ്ട്. വേദാധ്യാപകരാണ്. ഇവിടുത്തെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച വേദാധ്യാപകരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബൈബിൾ മറുപടിയില്ല. കാരണം വെസ്റ്റേൺ തിയോളജിയിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ കണ്ണാടി വെസ്റ്റേൺ തിയോളജിയാണ്. അവർക്ക് ആ കണ്ണാടി വെച്ച് എന്ത് നോക്കിയാലും അങ്ങനെ മനസ്സിലാകത്തുള്ളൂ, വേറൊന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പം വേദപുസ്തകം പഠിപ്പിക്കാനും വേദപുസ്തകം പറയാനും ബൈബിൾ കോളേജിൽ പഠിച്ചേ പറ്റൂ എന്നുള്ള പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ വാദം വെറും അർത്ഥശൂന്യമാണ്. ബൈബിൾ കോളേജ് പഠിച്ചവരാണ് ഈ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കി കാര്യങ്ങൾ അല്പം കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അതിന് മറുപടി. ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ടീച്ചിങ് തമ്മിൽ അവർക്ക് അറിയില്ല. അവർക്ക് കേൾവിക്ക് അല്ലെങ്കിൽ ഒരു വായനയ്ക്ക് സുഖം തോന്നുന്നതും അവർക്ക് എളുപ്പം ആശയമായിട്ട് തോന്നുന്നതുമായിട്ടുള്ള ആശയങ്ങൾ അവർ പഠിക്കുകയാണ്, പ്രചരിപ്പിക്കുകയാണ്. ചിലർ അത് മാത്രമല്ല, ആത്മീയ ശുശ്രൂഷയിലും ഈ പഠനത്തിലും ഒക്കെ എപ്പോഴും ദൈവവചനത്തിൽ നിന്നില്ലെങ്കിൽ പോലും ജനത്തെ ആകർഷിക്കുക എന്നുള്ളതും അവരാണ് എല്ലാം എന്ന് പറയാൻ വേണ്ടി എന്തായാലും ഞാൻ അങ്ങനെ ജനത്തെ ആകർഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. എന്റെയൊക്കെ വർത്തമാനം കേട്ടാൽ പെട്ടെന്ന് ജനങ്ങൾ ആകർഷിക്കപ്പെടത്തുമില്ല. എന്റെയൊക്കെ വാക്ക് കേട്ടാൽ അരമണിക്കൂർ കഴിയുമ്പോൾ അവർ ഇറങ്ങിപ്പോകും. കാരണം എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. എനിക്ക് ചക്കര വാക്കും പഞ്ചാരയിട്ട് വാക്കും സംസാരിക്കാൻ അറിയത്തില്ല. എനിക്ക് വേദോസം കൃത്യമായിട്ട്, പക്ഷേ അത് സത്യസന്ധമായിട്ട് ഞാൻ പറയും. അപ്പം ആളുകളെ വശീകരിക്കാനോ കാര്യം നേടാനൊന്നും ഞാൻ അങ്ങനൊന്നും പറയാറില്ല. സോ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഭാഷയാണ്, അത് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു 20 വർഷം നമ്മുടെ ഈ ചുറ്റുപാടുകളെ നമ്മൾ നോക്കുകയാണ്. ക്രിസ്ത്യൻ പഠിപ്പിക്കൽ ചുറ്റുപാടെന്നൊക്കെ പറഞ്ഞ പുല്ലൂർ ചുറ്റുപാട്, അത് അത്രേ ഉള്ളൂ കേട്ടോ. അതിന്റെ അർത്ഥം അങ്ങനെ ധൈര്യമായിട്ട് പറയുന്നേ. ഈ ജോൺ ലോറൻസ് എന്ന് പറഞ്ഞ ഒരു ദുരുപദേശം പ്രസംഗിച്ചെന്നങ്ങ് പറഞ്ഞു. പോപ്പുലറായിട്ട് വന്നിട്ടുള്ള പലരും പലതരത്തിലുള്ള പുതിയ നൂതനമായിട്ടുള്ള ടീച്ചിങ്ങുകൾ കൊണ്ടുവന്നു. ഒരു കാലത്ത് നമുക്കറിയാം, ഡെറിക് പ്രിൻസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം നല്ലൊരു എഴുത്തുകാരൻ. അതിനെ ബേസ് ചെയ്ത് കേരളത്തിൽ ആകമാനം ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ. ഡെറിക് പ്രിൻസുമായിട്ട് അത് കഴ്സ് ബ്രേക്കിംഗ് ഞങ്ങളതും പ്രസംഗിച്ചിട്ടില്ല. അത് പ്രസംഗിച്ച ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അത് അങ്ങനെ കുറെ പോപ്പുലർ മെസ്സേജുകൾ വന്നിരുന്നു. ഓക്കെ, തുടങ്ങി. പിന്നെ സ്ലേയിങ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി കൊണ്ട് കുറച്ച് പേര് ഇറങ്ങി. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മിനിസ്ട്രികൾ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു നവീനമായ തട്ടുണ്ട്. ഇതിന് ഇപ്പൊ ഈ തുടങ്ങിയ പ്രൊപ്പണന്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഈ രംഗത്തിപ്പം സജീവമായിട്ടില്ല. അവര് ചിലരൊക്കെ മറ്റു സഭകളിലേക്ക് മാറുകയും മറ്റു എങ്ങും ഇല്ലാത്ത നിലയിൽ നിൽക്കുകയും ചിലര് മറ്റു സഭകളിലേക്ക് പറയും, ചിലർ എങ്ങും ഇല്ലാത്ത സ്ഥലം നിൽക്കുകയും ചെയ്തു. അതിനകത്ത് ഒരു ഹാപ്പിനെസ് ഉണ്ട് ഇല്ലേ ഫ്രണ്ട്സെ? കരമടിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഓ, ഇറങ്ങി തിരിച്ചവർ ചിലർ നശിച്ചു പോയി, ചിലർ എങ്ങാതെ നിൽക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഓക്കെ, ബാക്കി അടുത്ത കാര്യം. ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ അവരിൽ തന്നെ, വലിയൊരു കൺഫ്യൂഷനും അവർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മേഖലകളിലും അവർക്കൊരു വലിയ കൺഫ്യൂഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങളെന്താ പറയുക, ഞങ്ങൾക്ക് ബോധമുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും നല്ല സുബോധത്തോടാണ് സംസാരിക്കുന്നത്. ഒരു കൺഫ്യൂഷനില്ല. കൺഫ്യൂഷൻ നിങ്ങൾക്കാ കൺഫ്യൂഷൻ. നിങ്ങളുടെ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ആ സൂത്രത്തിനകത്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ. ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് രക്ഷയ്ക്ക് വരെ കൺഫ്യൂഷൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? പറയപ്പെട്ടു. രക്ഷിക്കപ്പെടുവോ? പെടും. എന്ന് പെടും? എപ്പോഴെങ്കിലും പെടും. രക്ഷ പൂർത്തിച്ചോ? ഇല്ല.
എടോ, സ്വന്തമായ രക്ഷ പോലും ഇതുവരെ പൂർത്തീകരിക്കും, അതിനകത്ത് പോലും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടു. 3 ത്രികാല രക്ഷ എവിടെ എഴുതിയിരിക്കുന്നു? ബൈബിളിലുണ്ടോ? ഓക്കെ. അപ്പൊ രക്ഷയെക്കുറിച്ച് ഉറപ്പുണ്ടോ? അറിയത്തില്ല. നിത്യജീവൻ പ്രാപിച്ച അറിയത്തില്ല. എപ്പോൾ കിട്ടും? സ്വർഗത്തിൽ പോകുമ്പോൾ കിട്ടും. ദൈവരാജ്യം എന്താ? ദൈവരാജ്യം എന്താ അറിയത്തില്ല. യേശു വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു, ഇപ്പൊ എവിടാണ്ട് വെച്ചേക്കാണ്. നീ ചർച്ച ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ആരംഭിക്കത്തുള്ളൂ. എന്തൊന്ന് കൺഫ്യൂഷൻസാ സർ. നിങ്ങളിലൊരാൾ മരിച്ചുപോയാൽ ഇപ്പോൾ നിത്യതയെ പോകുന്ന ഉറപ്പുള്ള എത്ര പേരുണ്ട്? നിങ്ങളുടെ സെൻട്രൽ പാസ്റ്ററിന് പറ്റുമോ? നിങ്ങളുടെ സൂപ്പറിനോട് ചോദിച്ചു നോക്ക്. ഈ നിമിഷം നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു, അയാൾക്ക് പോലും ഉറപ്പ് കാണത്തില്ല. കൺഫ്യൂഷൻ നിങ്ങൾക്ക്, ഞങ്ങൾക്കാർക്കും ഇല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി കൂട്ടരോട് എനിക്ക് പറയാനുള്ളത്, ജനുവിനായി ദൈവനം പഠിക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് പഠിക്കാതെ ഏതെങ്കിലും ഒരു സെമിനാരിൽ ചേർന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ബൈബിൾ പഠിക്കണം. ബൈബിളിനെ വ്യാഖ്യാനിക്കേണ്ടപ്പെട്ട നിശ്ചയമായിട്ടും പ്രിൻസ് ബ്രദർ പറയുന്നതനുസരിച്ച് ഞാൻ ഈ വർഷം മുതൽ ബഥേൽ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ പോകും. അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചു. കാരണം ബൈബിൾ ഇനിയും പഠിക്കണേ, അവിടെ പോയി പഠിക്കുമെങ്കിൽ ഇനി എങ്ങനെയും ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ. വേണ്ടി മിനിമം നിങ്ങൾ ബൈബിളിക്കൽ ലാംഗ്വേജ് ശരിയായിട്ടുള്ള നല്ല കൈകാര്യം ചെയ്യണം. അക്കാഡമിക് ബുക്കുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൂടാതെ മെത്തഡോളജീസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ മെത്തഡോളജികളെ കുറിച്ചൊന്നും അറിയാതെ എവിടെയെങ്കിലും നെറ്റിൽ വായിച്ചിട്ട് IC-Jesus എന്നോ എക്സിജീസസോ മതി കൂടുതൽ അങ്ങ് വർത്താനം പറയണ്ട. ഈ IC-Jesus എന്നും എക്സിജീസസ് എന്നും ഏത് പുസ്തകത്തിൽ വായിച്ചെന്ന്? താങ്കൾക്ക് എന്തോ ഒരു പുച്ഛം അത് കേട്ടപ്പോൾ? താങ്കൾക്ക് എന്താ അത്ര പുച്ഛം? താങ്കളുടെ വിശദീകരണം, താങ്കളുടെ വീഡിയോസ് പലതും ഞാൻ കേൾക്കാറുണ്ട്. താങ്കൾ വെറും ചെറി പിക്കിങ്. ഇപ്പം IC-Jesus എന്നും എക്സിജീസസ് എന്നും പറഞ്ഞ ഉടനെ അത് ഏറ്റവും വലിയ കുറ്റമായിപ്പോയി. കാരണം അതിൽ പറയണമെങ്കിൽ MDH കാണും, മനസ്സില്ല. IC-Jesus എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? താങ്കൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ്. താങ്കളുടെ എല്ലാ വീഡിയോ എടുത്താൽ അതാണ് IC-Jesus. അവിടെ നിന്ന് വചനം എടുക്കും, ഇവിടെ നിന്ന് വചനം എടുക്കും, അപ്പുറത്തിന് വചനം എടുക്കും, ഇപ്പുറത്തിന് വചനം എടുക്കും, കൂട്ടിക്കുഴയ്ക്കും. ഇതാണ് IC-Jesus. ഞങ്ങൾ അങ്ങനൊന്നും IC-Jesus പറയാറില്ല. എക്സിജീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മലയാളം പറയാൻ അറിയാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ സോറി, ക്ഷമിക്കണം സാർ. ഒരു പുച്ഛമൊന്നും വേണ്ട. എക്സിജീസസ് എന്ന് പറഞ്ഞാൽ ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കണം. ദാറ്റ് ഈസ് ദ അനലോളജി ഓഫ് ഫെയ്ത്ത്. ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് ഹെർമനോട്ടിക്സ്. ഇത് പഠിപ്പിക്കാൻ PhD എന്ന വാല് വേണ്ട. യു മസ്റ്റ് നോ ദാറ്റ്. കാരണം ഞങ്ങൾ ഈ പറഞ്ഞവരെയൊക്കെ പുച്ഛത്തോടെ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് അതേ നിലയിൽ മാത്രമേ നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റൂ. ഓക്കെ. IC-Jesus എന്നും എക്സിജീസസ് എന്നും ആദ്യം നിങ്ങളൊന്ന് പഠിപ്പിച്ചു നോക്കും. നിങ്ങൾ ചുണയുണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെങ്കിൽ, അതാ നിങ്ങളെ വെല്ലുവിളിക്കുക. നിങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും വെച്ച് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്, ഇവിടുത്തെ ഒരു ആധുനിക ലോകത്തെ ഒന്നും നോക്കാതെ ബൈബിൾ വെച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും യേശുക്രിസ്തു ഇനി വരുമെന്ന്. ബൈബിൾ വെച്ച് മാത്രം ക്യാൻ യു പ്രൂവ് ദാറ്റ് ജീസസ് വിൽ കം അഗെയിൻ. കൃത്യമായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് മെത്തഡോളജി ഉണ്ട്. എല്ലാ മെത്തഡോളജി എടുത്തു. ആദ്യം എടുക്കേണ്ട മെത്തഡോളജി, യേശു ക്രിസ്തു ആരോട് സംസാരിച്ചു, ആദ്യത്തെ ഓഡിയൻസ് റെലവൻസ് അതാദ്യം നോക്കണം. ആരോട് സംസാരിച്ചു? ഈ കത്തുകളെല്ലാം എഴുതി, റോമാലേഖനം എഴുതിയത് പുനലൂരിലെ AG അസംബ്ലീസ് ഓഫ് ഗോഡിലെ സെൻട്രൽ പാസ്റ്റർക്കല്ല, അത് എഴുതിയത് റോമാക്കാർക്കാ. ആ റോമൻ സഭയ്ക്ക് ആ ലേഖനത്തിന് ഒരു ഓതന്റിസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിന് റെലവൻസ് ഉണ്ട്. അവർക്ക് ബാധകമല്ലാത്തത് നിങ്ങൾക്ക് എവിടെ ബാധകമാകും? ആ ലെറ്ററിന്റെ ആദ്യത്തെ എഫക്റ്റ്, അല്ലെങ്കിൽ ആ ലേഖനത്തിന്റെ ആദ്യത്തെ പ്രയോജനം റോമൻ സഭയ്ക്കാണ്. അവർക്കത് പ്രയോജനപ്പെടാതെ നമുക്ക് എഴുതി വെച്ചേക്കുന്നു എന്ന് എഴുതിയേക്കും. പകൽ കഴിയാറായി, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു പറഞ്ഞ ഉടനെ അത് റോമാക്കാർക്ക് എഴുതിയതാ. റോമാലേഖനം 16-ാം അധ്യായത്തിന് 20-ാം വാക്യത്തിൽ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയുമെന്ന് എഴുതിയേക്കുന്നത് പുനലൂരിരിക്കുന്ന നമ്മളെ കുറിച്ചല്ല സാർ, റോമാക്കാരോടാ. അത് അവർക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ ഈ എഴുതിയ എഴുത്തിന് എങ്ങനെ ഓതന്റിക് എന്ന് പറയും? റോമൻ സഭയ്ക്ക് റോമാലേഖനത്തിൽ പ്രയോജനം വന്നില്ലെങ്കിൽ, അവരെ സംബന്ധിച്ച വിഷയമല്ല എങ്കിൽ പിന്നെ എന്തിന് റോമർക്ക് ലേഖനം എഴുതിയതിനകത്ത് അവർക്ക് യാതൊരു വിധത്തിലും പ്രായോഗികമായി പ്രയോജനം വന്നില്ലെങ്കിൽ അതിനകത്തെ ആ എഴുതിയ എഴുത്ത് ദൈവനിശ്വാസീയമാണോ, ദൈവവചനമാണോ? ഓതന്റിക് ആകണമെങ്കിൽ ഓഡിയൻസ് റെലവൻസ് വേണം. അത്ര നിങ്ങൾ എടുത്താൽ മതി. അത് മാത്രം എടുത്ത് നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് IC-Jesus എക്സിജീസസും ഒക്കെ പുച്ഛത്തോടെ അങ്ങ് പറയാം. ഓക്കെ, ബാക്കി കേൾക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല. അക്കാഡമിക് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ചേട്ടാ അക്കാഡമി കുറെ പഠിച്ച ചേട്ടാ ഇതൊക്കെ.
കുറേ പഠിച്ചതാ, ഒരു പ്രയോജനമില്ല. കൂടുതൽ അക്കാഡമിക് പഠിച്ചാൽ നിങ്ങളെപ്പോലെ ഒരാളായി മാറും, അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രയോജനമില്ല. കാരണം കർത്താവായ യേശു, ഞാൻ വലിയ അക്കാഡമിക്ക് നന്നായി പഠിച്ച ഒരാളോട്, വളരെ നന്നായി പഠിച്ച ഒരാളോട് ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. അത് ഞാൻ പ്രിൻസിനോടും ചോദിക്കുക. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു വാചകം, അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ. അതിനകത്ത് ഞാൻ ഐസിജസിസും പോകുന്നില്ല, എക്സിജസിസും പോകുന്നില്ല, എൻ്റെ ഒരു കുന്ത്രാണ്ടവും പോകുന്നില്ല, ഞാൻ ഒരു കാര്യവും പറയുന്നില്ല. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുക, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വരുന്നത് കാണുവോളം മരണമാസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറ. നിങ്ങൾ വലിയ സ്കോളർ അല്ലേ, പറ അതിന്റെ അർത്ഥം പറ. എനിക്ക് മനസ്സിലായത് പറയാം. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വരുന്നത് കാണുവോളം മരണമാസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരിലുണ്ട്. ഇവര് ഇതിന് കൊടുത്ത വ്യാഖ്യാനം എന്നറിയാം. 3 വ്യാഖ്യാനം പുള്ളി എനിക്ക് തന്നത്. നമ്പർ 1, ഇത് പറഞ്ഞ ശേഷം ആഫ്റ്റർ 6 days യേശു 3 പേരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക്, മറുരൂപമലയ. അപ്പൊ മറുരൂപമലയാണ് യേശു ക്രിസ്തു പിതാവിന്റെ മഹത്വത്തിൽ തന്റെ രാജ്യത്തിൽ വരുന്നത്. അപ്പൊ യേശു ക്രിസ്തു രാജ്യത്തിൽ വന്നത് മറുരൂപമലയിലാണെന്ന് വാദിച്ചു നിൽക്കുന്ന ഒരു പുള്ളികൾ. രണ്ടാമത്തെ ഒരാൾ പറഞ്ഞേക്കുന്നു അത് പെന്തിക്കോസ്തിനെ കുറിച്ചാണ്. പെന്തിക്കോസ്തിലാണ് യേശു ക്രിസ്തു പിതാവിന്റെ മഹത്വത്തോടെ രാജ്യത്തിലേക്ക് വന്നത്. മനസ്സിലാണോ? ഇത് പറയുന്ന ആരെന്നറിയാമോ? ബൈബിൾ കോളേജിലെ സെമിനാരിയിലെ അധ്യാപകൻ. സെമിനാരി പഠിപ്പിച്ചത് മാത്രമല്ല, അദ്ദേഹം ആ വലിയ സെമിനാരിയുടെ പ്രിൻസിപ്പൾ ആയിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞാണ് ഇതാണ് അർത്ഥം. എന്നിട്ട് ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പെന്തിക്കോസ്തിനകത്താണോ ദൈവം തമ്പുരാൻ തന്റെ ശക്തിയോടെ, മനുഷ്യപുത്രൻ തന്റെ ശക്തിയോടെ വന്നതാണോ പെന്തക്കോസ്ത്, അതോ പരിശുദ്ധാത്മ വന്നതാണോ? അപ്പൊ പുള്ളി പറയാം, പരിശുദ്ധാത്മാവിനകത്ത് ക്രിസ്തു ഉണ്ടായിരുന്നു. എന്തിനാ കിടന്നത്? ഇവിടെ ആരാ വചനത്തെ കോട്ടുന്നത്? ആരാ വചനത്തെ തിരിക്കുന്നത്? ഞങ്ങളാരും തിരിക്കുന്നില്ല. ഞങ്ങൾക്ക് അല്പം വിദ്യാഭ്യാസം കുറവാണ്. ഞങ്ങൾ സെമിനാരി പോയിട്ടില്ല. എന്നോട് ചോദിച്ചു, നിങ്ങൾ ആർ യു എ ഗ്രാജുവേറ്റ്? ഐ ആം നോട്ട് എ ഗ്രാജുവേറ്റ്. യു നോ വൈ? ഞാൻ ഇതുവരെ പഠിച്ച് തീർന്നിട്ടില്ല. പഠിച്ച് തീരുമ്പോഴായിട്ട് ഗ്രാജുവേറ്റ് ആവത്തുള്ളൂ. മനസ്സിലാക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അപ്പം മറുരൂപമലയല്ല, പെന്തിക്കോസ്തും അല്ല. അപ്പൊ ചോദിച്ചു, പുള്ളി പറഞ്ഞു, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം, ആ നിൽക്കുന്ന ചിലർ ആ സമയത്ത് ഉയർത്തെഴുന്നേറ്റ് സകല കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചുപോയ മുഴുവനെണ്ണോ എഴുന്നേറ്റ് കണ്ണും തുറന്ന് ഇങ്ങനെ മിഴിച്ചുകൊണ്ട് കർത്താവ് വരുന്നത് കാണുന്ന, അങ്ങനെ വ്യാഖ്യാനിച്ചു. ഇതിനെ നിങ്ങൾ എന്തോ പറയുന്നു? ഇതാണോ നിങ്ങളുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ വ്യാഖ്യാനം? ആണോ? ഇത് ഇങ്ങനെ വ്യാഖ്യാനിക്കാനാണോ സെമിത്തേരി പോണ്ടത്? ഇങ്ങനെ പഠിക്കാനാണോ സെക്കുലർ വിദ്യാഭ്യാസം പോരാ, ഞങ്ങൾ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ വേണമെന്ന് സാർ പറഞ്ഞത്? അല്ല. ആദ്യം മനസ്സിലാക്ക്, സ്വന്തം ജീവിതത്തിൽ സ്വന്തം കൂട്ടത്തിന്റെ നടുവിൽ തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഈ ഫുൾഫിൽഡ് എസ്കറ്റോളജി വിശ്വസിക്കുന്ന മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന ഗ്രൂപ്പാണ് ഞങ്ങൾ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുകയും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുകയും ഈ ലോകത്തിൽ എന്നാ സംഭവിച്ചാൽ പോലും അതൊന്നും ജീവിതത്തെ ബാധിക്കാതെ ഇതിന് ഒരു നന്മ ഉണ്ടാകുമെന്നും ഈ തിന്മ മാറിപ്പോകുമെന്നും വിശ്വസിച്ച് നല്ല സന്തോഷത്തോടെ, വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന കൂട്ടരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് സാത്താനെ പേടിയില്ല, ഞങ്ങൾക്ക് മരണത്തെ പേടിയില്ല, ഞങ്ങൾക്ക് ആന്റി ക്രൈസ്റ്റിനെ പേടിയില്ല, ഞങ്ങൾക്ക് അങ്കിൾ ക്രൈസ്റ്റിനെ പേടിയില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സൂത്രത്തെയും പേടിയില്ല, ഞങ്ങൾക്ക് 3-ാം ലോക മഹായുദ്ധം എന്നത് പേടിയില്ല. എന്തുകൊണ്ടില്ല? വി ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ് ഓഫ് ദ ലോർഡ്സ്. എല്ലാ ദേവന്മാരുടെ ദൈവവും എല്ലാ കർത്താക്കന്മാരുടെ കർത്താവും. ഹി ഈസ് ഇൻ ദ ത്രോൺ. ഞങ്ങൾക്ക് നിത്യതയെ കുറിച്ച് പേടിയില്ല. കാരണം എന്താ? വി നോ ദാറ്റ് വി ആർ ഓൾറെഡി റിസറക്റ്റഡ് പീപ്പിൾ. ത്രൂ ദ ഗോസ്പൽ വി ഗോട്ട് എറ്റേണിറ്റി. സുവിശേഷ നിമിത്തവും ജീവനും അക്ഷയതയും ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് ഞങ്ങൾ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വേദോസം വ്യാഖ്യാനിക്കാൻ നിങ്ങളാണ് തെറ്റ്. നിങ്ങളുടെ PhD നിങ്ങളുടെ ബൈബിൾ കോളേജിൽ അധ്യാപകന്മാർ ആദ്യം ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് പഠിക്കട്ടെ. അവരടുത്ത് പോയി പഠിപ്പിക്കാൻ പറ. അവരെ ഇപ്പൊ പഠിക്കാൻ പറ ആദ്യം. അവരല്ലേ നിങ്ങളെയൊക്കെ പഠിപ്പിച്ചു വിട്ടേക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്ന വാക്കിന്റെ അർത്ഥം പോയി നിങ്ങളുടെ പ്രൊഫസറോട് ചോദിക്കുക, എന്റെ അർത്ഥം പറഞ്ഞുതരാം അവർ. അത് വേഗം എന്ന വാക്കിന് ചിലപ്പോൾ 1000 വർഷം എടുക്കാം, ചിലപ്പോൾ 2000 വർഷം എടുക്കാം. ഇങ്ങനെയാണ് ഞാൻ കേട്ടത്.
ഇങ്ങനെയാ ബൈബിൾ സെമിനാരി പഠിച്ച സാറ് എന്നോട് പറഞ്ഞത്, പഠിപ്പിക്കുന്ന സാറ്. ഈ വേഗം എന്ന വാക്കിന് ഒരു പക്ഷേ പല നൂറ്റാണ്ടുകൾ എടുക്കാം, വേണമെങ്കിൽ 1,00,000. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞു, ഇതാ ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന ആ വാക്കിന്റെ അർത്ഥം എന്താ? തിമോഥെയോസേ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ആ വേഗത്തിന്റെ അർത്ഥം 1,00,000 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ആണോ? അങ്ങനെ ബൈബിൾ ഒരുപാട് സ്ഥലത്ത് വേഗമുണ്ട്. എന്റെ പൊന്നു സഹോദര, ആദ്യം നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങോട്ട് പറയാൻ പോകത്തെന്നറിയോ? നമ്മളൊരു വിമർശിച്ച് പോവല്ല. ഞാനിത് വിമർശിക്കാൻ പറയല്ല, ഇത് വിമർശനമല്ലത്. ഇത് വിശ്വാസത്തിനെതിരെ വരുന്ന സകല ആരോപണങ്ങൾക്കും കൃത്യം മറുപടി തരിക. ഓക്കെ, ബാക്കിയാക്കാം. ഈ വീഡിയോ ഇറക്കിയത് പ്രത്യേകിച്ച് നീ കണ്ടപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ഇത് ഞാൻ പഠിപ്പിച്ചത്. പ്രിറ്ററിസം എന്നുള്ള താങ്ക് യു ബ്രദറെ. എന്തായാലും താങ്കൾ ഉദ്ദേശിച്ചത് എന്താ എനിക്ക് മനസ്സിലായി, താങ്കളുടെ ഹൃദയത്തിൽ എന്താണെന്ന് മനസ്സിലായി. എന്നാലും താങ്കൾ ആരെ ഉദ്ദേശിച്ചല്ല പറയാം. താങ്ക് യു സോ മച്ച്. അത് നല്ലതാണ്. ഞാൻ പക്ഷെ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. നിങ്ങൾ എന്നൊരു വ്യക്തി, നിങ്ങൾ വേറൊരു വലിയ സമൂഹത്തിന്റെ സ്പോക്സ്മാൻ. അപ്പം നിങ്ങളെ അല്ല ഇവിടുത്തെ പ്രശ്നം, നിങ്ങളുടെ വാക്കുകൾ മാത്രം, നിങ്ങളുടെ ആശയങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി താങ്കളോടും എനിക്ക് യാതൊരു വിരോധം ഇല്ല. കൃത്യമായ നിലയിൽ താങ്കൾ എടുക്കുന്ന ആശയത്തോട് മാത്രമാണ് എനിക്ക് സംവാദമുള്ളത്. അതിന് മാത്രമാണ് ഞാൻ മറുപടി തരുന്നത്. ആസ് എ പേഴ്സൺസ്, ഐ ലവ് യു, യു ആർ മൈ ബ്രദർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഓക്കെ, വിഷയത്തെ ആസ്പദമാക്കി പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം വെളിപ്പാട് പുസ്തകം 2001 കാലങ്ങളിൽ ഞാൻ അതിനെ സംബന്ധമായി റിസർച്ച് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അന്ന് മുതലേ അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ, ഈ പ്രിറ്ററിസം എന്താണെന്നും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്നും അലിഗോറിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ എന്താണെന്നും ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ എന്താണെന്നും പ്രോഗ്രസീവ് ഡിസ്പെൻഷനലിസം എന്താണെന്നും ഒക്കെ കുറച്ച് കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കോമൺ ആയിട്ട് ഈ ഇന്ന് നിലവിൽ നിൽക്കുന്ന ആശയങ്ങളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അതിനോടാണ് എന്റെ ആർഗ്യുമെന്റ്. വെരി ഗുഡ് ബ്രദർ. നിശ്ചയമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. എസ്കറ്റോളജി തന്നെ പല വിഭാഗമുണ്ട്. നമുക്കറിയാം, കവനന്റ് എസ്കറ്റോളജി, ഹിസ്റ്റോറിക്കൽ എസ്കറ്റോളജി, പിന്നെ എന്താ പറയുന്നത്, ഫ്യൂച്ചറിസ്റ്റിക് എസ്കറ്റോളജി, പ്രെറ്ററിസം പറഞ്ഞാൽ ഫുൾഫിൽഡ് എസ്കറ്റോളജി. ഇങ്ങനെ പല നിലയിൽ എസ്കറ്റോളജി വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം പഠിക്കുന്നത് നല്ലതാണ്. ഞാനും ഏറെക്കുറെ ഈ മേഖലകളിലെല്ലാം പഠിച്ചാലും ഞാനും ഒരു കാലത്ത് യേശു വരുന്നു എന്ന് പഠിപ്പിച്ചയാളാണ്. ഞാൻ മാനസാന്തരപ്പെട്ടു. കാരണം ഞാൻ മനസ്സിലാക്കി ആ പറയുന്നതിന് ഒരു കാര്യവുമില്ല. കാരണം യേശു ക്രിസ്തുവിനെയും അപ്പോസ്തലന്മാരെയും ഓരോ പ്രാവശ്യം യേശു വരുന്നു എന്ന് പറയുന്ന ഞാൻ യേശുവിനെയും അപ്പോസ്തലന്മാരെയും കള്ളപ്രവാചകന്മാരാക്കുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ചോളം വേദപുസ്തകത്തിൽ മനസ്സിലായത്. ഇനിയും ഭാവിയിൽ യേശു ക്രിസ്തു വരുന്നു എന്ന് പറഞ്ഞാൽ യേശുവും അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ പാവപ്പെട്ട ജനത്തെ കബളിപ്പിച്ച കള്ളപ്രവാചകന്മാരായി നിൽക്കുന്നു എന്നതാണ് പരമയാഥാർത്ഥ്യം. ഓക്കെ, താങ്കൾ അത് പഠിച്ചതിൽ വളരെ അഭിമാനിക്കുന്നു. പഠിക്കുക, ഇനിയും താങ്കൾ പഠിക്കണം. താങ്കളെ പോലുള്ള ആളുകൾ സത്യം മനസ്സിലാക്കണം. അതിനകത്ത് എന്താ ട്രൂത്ത് എന്ന് മനസ്സിലാക്കണം. അതിന് ആവശ്യമുള്ള ദൈവിക ആലോചനകൾ ദൈവം തന്നെ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അല്ലാതെ വ്യക്തിപരമായി ഇവിടെ ചുറ്റുപാടുമുള്ള ആരോടും അവരുടെ ടീച്ചിങ്ങുകൾക്കെതിരെ അല്ല പറയാം. ഞാനും അല്ല. ഞാൻ പ്രിൻസ് എന്ന് പറയുന്ന ദൈവദാസന്റെ ടീച്ചിങ്ങിനെതിരല്ല. ഇത് പ്രിൻസിന്റെ ടീച്ചിങ്സ് അല്ല, പ്രിൻസിന്റെ മാത്രമല്ല. ഇത് പൊതുവെയുള്ള പെന്തക്കോസ്ത് സമൂഹത്തിന്റെ മുഴുവൻ ബ്രദറൻകാരുടെ ടീച്ചിങ് ആണ്. അതായത് പ്രിറ്ററിസത്തിനെതിരെയുള്ള ടീച്ചിങ്. അതുകൊണ്ട് ഞാനും താങ്കളെ വ്യക്തിപരമായിട്ട് ഒന്നിലും ആക്ഷേപിക്കുന്നില്ല. താങ്കൾ പറഞ്ഞ ആശയങ്ങൾ, താങ്കൾ പറയുന്ന ആ ആശയം മാത്രമേ ഉള്ളൂ. അത് സ്വർഗത്തിലെ ദൈവത്തിന് നന്നായിട്ട് എൻ്റെ ഹൃദയം അറിയാം. താങ്കളെ ഒരിക്കലുമില്ല. താങ്കൾക്കും ഞാൻ ഈ പറയുന്ന വീഡിയോ എടുത്തുകൊണ്ട് ധൈര്യമായിട്ട് എന്നെയും ഞാൻ പറഞ്ഞ ആശയത്തെ ഖണ്ഡിക്കണം. അത് തെറ്റാണെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയുന്നു. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ച് എനിക്ക് മനസ്സിലാക്കി തന്നാൽ, ഞാനൊരു വലിയ ക്രൂരനായ മനുഷ്യനൊന്നുമല്ല. 100% എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ഇതുപോലൊരു വീഡിയോയിൽ വന്ന് എല്ലാവരോടും മാപ്പ് പറഞ്ഞ് ഞാൻ നിങ്ങൾ പറയുന്ന പോലെ യേശു വരുന്നു, യേശു വരുന്നു എന്നുള്ള ആ മെസ്സേജ് തന്നെ ഞാൻ പ്രസംഗിക്കും. കൃത്യമായിട്ട് പ്രസംഗിക്കും. പക്ഷെ കൃത്യമായി ബൈബിൾ വെച്ച് എനിക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഓപ്പൺ ഹാർട്ടോടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാണ്. നിങ്ങളത് പറഞ്ഞ് കൃത്യമായി, എനിക്ക് ചോദ്യങ്ങളുണ്ട്, കൃത്യമായിട്ട് ചോദ്യങ്ങളുണ്ട്. എനിക്കതിനകത്ത് ഒരു തിയോളജിക്കൽ പ്രത്യേകിച്ച് ഒരു വെസ്റ്റേൺ തിയോളജിക്കൽ ഇതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ എനിക്ക് ആവശ്യമില്ല. എനിക്ക് വേദപുസ്തകത്തിലെ വചനത്തെ വേദപുസ്തകം കൊണ്ട് പൊരുൾ തിരിച്ചു തരണം. വ്യാഖ്യാനിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഒരു വ്യാഖ്യാനവും വേണ്ട. എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 26 കമൻട്രീസ് ഉണ്ട്. എൻ്റെ അത് ഓൺലൈനിലും ഉണ്ട്, അല്ലാതെയുണ്ട്. ആ 26 കമൻട്രിയിൽ ഞാൻ നോക്കാറുണ്ട്. എനിക്ക് കമൻട്രി അല്ല വേണ്ടത്, എനിക്ക് വ്യാഖ്യാനമല്ല വേണ്ടത്. എനിക്ക് ബൈബിളിനെ ബൈബിൾ കൊണ്ട് പൊരുൾ തിരിക്കുക. പൊരുൾ തിരിച്ചു തന്നാൽ മതി. തെറ്റുണ്ടെങ്കിൽ ഞാൻ 100% മാപ്പ് പറയും. നിശ്ചയമായിട്ടും ഞാൻ പെന്തിക്കോസ്ത് സമൂഹം പഠിപ്പിക്കുന്ന മെസ്സേജ് പറയാനായിട്ട് വരികയും ചെയ്യും. ഇതെന്റെ വാക്കാണ്.
ഞാൻ സംസാരിക്കുന്നത്. പ്രിറ്ററിസം എന്നുള്ള ഒരു വിഷയം അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രം കൂടെ ഞാൻ ഇവിടെ വ്യക്തമാക്കാൻ. പ്രിറ്ററിസം എന്ന വിഷയം ദൈവവചനം പഠിപ്പിക്കുന്നില്ല, ഞങ്ങളത് വിശ്വസിക്കും. നല്ലൊരു ആശയമാണ്. കാരണം ശരിയാ, പ്രിറ്ററിസം എന്ന് പറയുന്ന ഒരു വിഷയം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ നിവൃത്തിയായതുകൊണ്ട് ആ നിവൃത്തിയായ ഉപദേശത്തെ പഠിപ്പിക്കുന്ന സമൂഹത്തിന്റെ പേരാണ് പ്രിറ്ററിസം. ഓക്കെ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. പെന്തിക്കോസ് സഭ എന്നൊരു സഭ ബൈബിളിലുണ്ട്, ഉണ്ടോ? പെന്തിക്കോസ് സഭ എന്നൊരു സഭ ബൈബിളുണ്ട്. കഴിഞ്ഞ 2000 വർഷമായി ഭൂമിയിലുള്ള സഭ ഏതാണ്? പെന്തിക്കോസ് സഭയാണ്. മറുപടി പറഞ്ഞു. കഴിഞ്ഞ 2000 വർഷമായിട്ടുണ്ടായ ഭൂമിയിലുള്ള സഭ പെന്തിക്കോസ് സഭയായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭ പെന്തിക്കോസ് സഭ. 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ട്, ആ 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ പെന്തിക്കോസ് സഭ എവിടെയായിരുന്നു? അന്യഭാഷ എവിടെയായിരുന്നു? ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പം പ്രിറ്ററിസം എന്ന് പറയുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ശരിയാ, കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഫുൾഫിൽഡ് ആകാൻ പോകുന്നതിന്റെ കാര്യം. അതങ്ങനെ എഴുതാൻ പറ്റും? ബൈബിൾ എങ്ങനെ പ്രിറ്ററിസം പഠിപ്പിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ബൈബിൾ ഇത് വരാൻ പോകുന്നു, സംഭവിക്കാൻ പോകുന്നു, ഫുൾഫിൽ ആകാൻ പോകുന്നു, AD 70 അത് സംഭവിക്കാൻ, യെരൂശലേം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോകും, മനുഷ്യപുത്രന്റെ തേജസ് വെളിപ്പെടും, ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ദ എൻഡ് ഓഫ് ദ വേൾഡ്, ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന പ്രൊഫറ്റിക്കൽ വേർഡാണ് ക്രൈസ്റ്റിൻ്റെത്. അതിനനുബന്ധമായി കർത്താവിന്റെ വചനം വെച്ചിട്ടാണ് അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത്. അവരുടെ എഴുത്തുകളിൽ, ഈ എഴുത്തുകാരുടെ ആരുടെയും എഴുത്തുകളിൽ ഫുൾഫിൽഡ് ആയിട്ടുള്ള തിയോളജി ഇല്ല. കാരണം അവിടെ ആ സമയത്ത് ഫുൾഫിൽ ആയിട്ടില്ല. ഇത് ഫുൾഫിൽ ആകാതെ വരുന്നത് കൊണ്ട് പിന്നെ എങ്ങനെ പ്രിറ്ററിസം ബൈബിളിൽ കാണും സാറേ? എന്താ സാറേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ബൈബിളിൽ പ്രിറ്ററിസം ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കത്തില്ല. ബൈബിളിൽ ഫ്യൂച്ചറിസമേ ഉള്ളത്. ഓക്കെ, പക്ഷെ അത് ഫുൾഫിൽഡ് ആയി എന്നത് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? ഓക്കെ, അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. അദ്ദേഹം എന്റെ പേര് ഇൻഡയറക്റ്റ് വേയിൽ സൂചിപ്പിച്ചു. ഇത് ഞാൻ തന്നെ വീഡിയോ ചെയ്ത്, ഇൻഡയറക്റ്റ് ഒന്നും അല്ല. ശരിയാ, ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. അത് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് പറയാം. ഓക്കെ, അതിന്റെ ഓരോ വാക്കുകളൊക്കെ എടുത്ത് അത് വ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനും ഒക്കെ തുടങ്ങി. അത് സംബന്ധമായിട്ടൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, കാരണം അതൊന്നും എനിക്ക് ഉത്തരം പറയത്തക്ക നിലയിലുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഇദ്ദേഹത്തിന് ഉത്തരം പറയുന്ന കാര്യങ്ങളൊന്നും അതിനകത്തില്ല, കാരണം ഇദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് കാര്യമില്ല. ശരിയാ, അദ്ദേഹത്തിന്റെ ഉപദേശം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിന് ഉത്തരം കൃത്യമായ നിലയിൽ അദ്ദേഹത്തിന് നൽകിയ സ്റ്റാൻഡേർഡ് വെച്ച് സംസാരിച്ചാൽ അദ്ദേഹം പഠിപ്പിക്കുന്ന പെന്തിക്കോസിന്റെ തിയോളജി പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് അദ്ദേഹം പറയാൻ പറ്റില്ല. അല്ലാതെ വേറൊരു കാര്യം ഞാൻ പറയാം. ജോൺ ലോറൻസ് എന്ന് പറയുന്ന ഞാൻ തന്നെ എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചെന്നറിയാം. ഞാൻ ഈവന്റെ വാക്കൊക്കെ ആരുടെ വില കൊടുക്കുന്നത്? ആര്? ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, ബെന്തിക്കോസിലല്ല, ബെന്തിക്കോസുകാർ പുറത്താക്കിയ ആളാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ദുരുപദേശകനാണ്, ആന്റി ക്രൈസ്റ്റിന്റെ ഏറ്റവും അടുത്തയാളാണ്, ലൂസിഫറിന്റെ മകനാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഇങ്ങനെ ആൾ എന്നെ വിളിക്കുന്നത്. പക്ഷെ അപ്പൊ ഇവനൊക്കെ ആര് മറുപടി കൊടുക്കണം? എവിടെ കല്ലി വില്ലി ഇങ്ങനെയാ അദ്ദേഹം വിചാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല എന്റെ ചക്കരെ, ബാക്കി പറ. അതുകൊണ്ട് ഞാൻ അതവിടെ വെക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചില എന്റെ വീഡിയോകളിൽ കഴിഞ്ഞ നാളുകളിലെല്ലാം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള 4ാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അതുമായിട്ട് തുടർമാനമായിട്ടാണ് ഞാൻ ഈ വിഷയം പോകുന്നത്. എങ്കിലും അനേകർക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ട് എന്താണ് ഈ വ്യാഖ്യാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനായിട്ട് ഞാൻ പറയട്ടെ. ബൈബിൾ എന്ന് പറഞ്ഞ ഒരു നോവൽ പുസ്തകമല്ല. സാധാരണ പോലെ അതിനെ വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. വ്യാഖ്യാനിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം ബൈബിളിന്റെ ലാംഗ്വേജ് എന്താണെന്ന് പഠിക്കണം. ആദ്യം ബൈബിളിന്റെ ലാംഗ്വേജ് എന്താണെന്ന് പഠിക്കണം. അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ലിറ്ററലി ഒരു ചോദ്യം ചോദിക്കുക. ആദ്യം ബൈബിളിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി എഴുതിയേക്കുന്ന ലാംഗ്വേജ് ആണെന്ന് അല്ലെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അതിനകത്തെ രീതിയെക്കുറിച്ച് താൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുതിയ നിയമം എബ്രായ ഭാഷയിൽ എഴുതിയതാണോ അതോ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയതാണോ? ആദ്യം പാസ്റ്റർ പ്രിൻസ് എന്ന് മറുപടി തരണം. നിങ്ങളല്ല, നിങ്ങളുടെ തലത്തൊട്ടപ്പനായിരിക്കുന്ന തിയോളജിയൻ പോലും കൃത്യമായിട്ട് പറയുന്നത് എന്തറിയാമോ? പുതിയ നിയമം എബ്രായ ഭാഷയിലല്ല എഴുതിയത്, ഗ്രീക്ക് ഭാഷയിലാണ്. അല്ലെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരാളെ കാണിച്ചാൽ ഉണ്ട്,
ഒരു ദേവദാസനുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോസ്, ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിമർശനമല്ല, അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളെ ഒന്ന് പരിശോധിക്കാൻ പോയി. അദ്ദേഹമാണ് പാസ്റ്റർ ബാബു വേട്ടമല എന്ന് പറയുന്ന ഒരു ഹീബ്രു പണ്ഡിതനായ മനുഷ്യൻ. അദ്ദേഹം ഒരു എബ്രായ ഭാഷ അറിയാവുന്ന ആളാണ്. ഞാൻ കേരളത്തിൽ പുതിയ നിയമം എബ്രായ ഭാഷയിലാണ് എഴുതിയെന്ന് ആധികാരികമായി പറയുന്നത് പാസ്റ്റർ ബാബു വേട്ടമലയാണ്. പക്ഷെ കുറെ നമുക്ക് വോയിസ്, നമ്മൾ ഈ അണ്ണാൻ ആനയോളം വാ തുറക്കാൻ പറ്റാത്തതുകൊണ്ട്, നമ്മുടെ പരിമിതി ഒത്തിരി ചെറുതായതുകൊണ്ട്, വലിയ സമൂഹം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട്, എൻ്റെ ചെറിയ വോയിസ്, ആ ചെറിയ വോയിസിൽ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു, പുതിയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിലാണ്. കാരണം പുതിയ നിയമത്തിന്റെ എഴുത്തുകാരിൽ 99% ആളുകൾ എബ്രായരാണ്. എബ്രായർ അവരുടെ ഭാഷ വിട്ട് കളിക്കത്തില്ല. തോന്നുമ്പോ ഭാഷ മാറ്റുന്ന സ്വഭാവം അവർക്കില്ല. അവരുടെ വിശുദ്ധ ഗ്രന്ഥം എഴുതിയിരിക്കുന്ന, പഴയ നിയമം എഴുതിയിരിക്കുന്ന എബ്രായ ഭാഷയിൽ മാത്രമാണ് അവർ എഴുതാറുള്ളൂ. എബ്രായ വെളിപ്പാടിലാണ് അവർ ചിന്തിക്കാറുള്ളൂ. അവർ എബ്രായരാണ്. ആദ്യം അവിടം കൊണ്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എൻ്റെ പ്രിയ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഏത് ലാംഗ്വേജ് ആണ്, ഇത് പൊയറ്റിക്കലാണോ, പ്രൊഫറ്റിക്കലാണോ, അലിഗോറിക്കലാണോ, സിംബോളിക്കലാണോ, മെറ്റഫറിക്കലാണോ, ഇമേജറി ആണോ, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാം. പാരബോളിക്കാണോ, ഏത് നിലയിലാണെന്നുള്ളത് നമുക്ക് പിൽക്കാലത്ത് പിന്നെ ചിന്തിക്കാം. നമുക്ക് പോയിട്ട് നിങ്ങളുടെ വേദപണ്ഡിതനായ വേദ തിയോളജിയോട് ചോദിക്കണം, പുതുനിയമം എഴുതിയത് എബ്രായ ഭാഷയിലാണോ അതോ ഗ്രീക്ക് ഭാഷയിലാണോ? അതിലാദ്യം നമുക്കൊരു തീരുമാനത്തിലേക്ക് പോകാം. പ്രവചനങ്ങൾ ചില ഭാഗങ്ങളിലുണ്ട്, അതിനെ പ്രവചനമായിട്ട് നിങ്ങൾ കാണും. ചിലയിടത്ത് ചരിത്രമുണ്ട്, ചരിത്രത്തെ ചരിത്രമായിട്ട് നിങ്ങൾ കാണും. ചിലയിടത്ത് ഞാനൊന്ന് സ്കിപ്പ് ചെയ്യാണ്, കാരണം കുറച്ച് കാര്യങ്ങൾ കവിതകളായിട്ട്. അതുകൊണ്ട് അതിനെ എല്ലാത്തിനെയും കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അതിനെ എനിക്ക് കൂടുതലായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കമന്റ് എഴുതാഞ്ഞത്. അതുപോലെ തന്നെ ശരിയാ, കാൽവിനും മാർട്ടിൻ ലൂതർ ആരും തന്നെ ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചാണ് പറഞ്ഞത്. വെളിപ്പാട് പുസ്തകത്തിന്റെ കമന്ററി എഴുതിയിട്ടില്ല. ഞാൻ സ്കിപ്പ് ചെയ്തു പോകും, കാരണം നമുക്ക് എല്ലാം കൂടി വിശദീകരിക്കാം. ഒത്തിരി പഠനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സോഷ്യോ കമന്ററി ഇതൊക്കെ നമ്മൾ വായിച്ച് അത് ലേഖനത്തിന്റെ രീതിയിലാണ് എഴുതുന്നത്. നമുക്കറിയാം പോലെയാണ് ഇതിന്റെ തുടക്കം. ആദ്യത്തെ സഭകൾക്ക് എഴുതുമ്പോൾ, 7 സഭകൾക്ക് എഴുതുമ്പോൾ അതിന്റെ എപ്പിസ്റ്റലറി ഫോർമാറ്റിലാണ് എഴുതുന്നത്. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, വെളിപ്പാട് പുസ്തകം AD 95 എഴുതിയെന്ന് അദ്ദേഹം പറഞ്ഞു വരുന്നുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകൾ 7 സഭകൾക്കാണ് എഴുതിയെന്ന്. വെളിപ്പാട് പുസ്തകം ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ള കാര്യം എന്നാണല്ലോ പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ വിചാരിക്കുന്നത്. 95 ശേഷം എഴുതിയെന്ന്. ഞാനത് 7 സഭകൾക്ക് എഴുതുന്ന ലേഖനം, ഈ 7 സഭകൾ അന്ന് അവിടെ ഏഷ്യൻ മൈനറുള്ള 7 സഭകളാണല്ലോ. എഫസോസ്, സ്മുർണ, പെർഗമോസ്, തുയതൈര, ലബോദിക്ക, ഫിലദൽഫിയ, ഈ സഭകളെല്ലാം, സർദീസ് സഭ, ഇനിയിപ്പോ ക്രമത്തിൽ പറഞ്ഞില്ലൊന്ന് വഴക്കുണ്ടാക്കണ്ട. ഈ സഭകളെല്ലാം അന്ന് അവിടെ ഉണ്ടായിരുന്ന അവിടെ ഫിസിക്കലി ഉണ്ടായിരുന്ന ചർച്ചല്ലേ, അവരോടല്ലേ എഴുതിയത്. അവർക്ക് കത്തെഴുതിയ ആ ലേഖനത്തിന് 21ാം നൂറ്റാണ്ടിൽ ഈ തലമുറയ്ക്ക് എന്താ പ്രസക്തി? ഓഡിയൻസ് റെലവൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് എ ലെറ്റർ ടു ദാറ്റ് പെർട്ടിക്കുലർ ചർച്ചസ്. ഹൗ ഇറ്റ് ഈസ് റെലവൻസ് ടു ദിസ് ജനറേഷൻ. അപ്പൊ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ആ സഭകൾക്ക് അത് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് എഴുതിയത്? ഒരു കത്ത് എഴുതുമ്പോൾ, ഒരു ലെറ്റർ എഴുതുമ്പോൾ, ഒരു പ്രൊഫറ്റിക് മെസ്സേജ് എഴുതുമ്പോൾ അത് ആർക്ക് എഴുതുന്നു എന്നതിന് പ്രയോജനമില്ലേ? അതിന് പ്രാധാന്യമില്ലേ? അതിനകത്തൊരു റെലവൻസ് ഇല്ലേ? ചിന്തിക്കും. ഞാൻ കൂടുതൽ അങ്ങോട്ട് കീറി മുറിച്ച് പോകുന്നില്ല. പിന്നീട് നമ്മൾ വരുമ്പോൾ ഒരു ഡ്രാമാറ്റിക് പ്രസന്റേഷൻ ഉണ്ട്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ഡ്രാമയെന്നില്ല. ചില ഭാഗങ്ങളിൽ ഡ്രാമാറ്റിക് പ്രസന്റേഷൻ ഉണ്ട്. ചിലയിടത്ത് നോക്കുമ്പോൾ ഹിംസ് ഉണ്ട്, ചിലയിടത്ത് നോക്കുമ്പോൾ ഹിസ്റ്ററി ഉണ്ട്, ചിലയിടത്ത് നോക്കുമ്പോൾ പിന്നെ കോസ്മിക് ആയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് അതിനെ ഓരോ സ്ഥലങ്ങളിലും അതിനെ കൃത്യമായിട്ട് വേണം അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ചരിത്രമായിട്ടും, നിശ്ചയമായിട്ടും ചരിത്രത്തെ ചരിത്രമായിട്ടും, പ്രവചനത്തെ പ്രവചനമായിട്ടും, അലിഗോറിയായിട്ടും, ട്രാമയായിട്ടും, പാരബിളിനെ പാരബിളായിട്ടും, ഇമേജറി ആയിട്ടും ഒക്കെ തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. അതിനകത്ത് യാതൊരു തർക്കവും. എന്റെ പ്രിയ സഹോദരൻ മുമ്പോട്ട് പോകട്ടെ. അതെ, പദ്യമായിട്ടും ഡ്രാമയായിട്ടും അങ്ങനെ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസം പോയി എങ്ങുമില്ലാതെ ഇന്ന് നിങ്ങളുടെ അവസാനത്തെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ടീച്ചിങ്ങുകൾ പഠിപ്പിക്കുന്നവരുടെ ആധികാരികതയെ പരിശോധിച്ചിട്ട് വേണം. ഇങ്ങനെയൊക്കെ ടീച്ചിങ്സ് പഠിപ്പിക്കുന്നവരുടെ ആധികാരികതയെ പഠിപ്പിച്ചിട്ട് വേണം നിങ്ങൾ മെസ്സേജ് കേൾക്കാൻ. ഇപ്പം ഞങ്ങൾക്കുള്ള ആധികാരികത എന്താണ് തെളിയിക്കേണ്ട വലിയ
ഉത്തരവാദിത്വത്തിലേക്ക് ഇപ്പോൾ ഇദ്ദേഹം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു വലിയ മാരകമായ ഒരു വാർണിംഗ് കൂടെ ഈ പ്രശ്നങ്ങൾ കേൾക്കുകയും ഇതിന് കൈയടിക്കുകയും ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങളുടെ അവസാനത്തെ സ്ഥിതി എന്ന് പറഞ്ഞാലുള്ള വിശ്വാസം പോയി എങ്ങുമില്ലാതെ ഇന്ന് നിരാശപ്പെട്ട് പലരും എന്നെ വിളിച്ചു അവരെ പോലെ ആയി തീരുമാനം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളുടെ പള്ളിക്കകത്താണല്ലോ നിരാശപ്പെട്ടിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും കാന്തം വരുന്നു പറഞ്ഞിട്ട് വരാതെ നിങ്ങളുടെ പള്ളിക്കകത്ത ആളെ നിരാശ. ഞങ്ങളുടെ ഇടയിൽ ഒറ്റൊരുത്തരും നിരാശയില്ല. പിന്നെ നിങ്ങൾക്ക് എന്നോടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങളുടെ പള്ളിയിൽ കേട്ടരുത്, നിങ്ങളുടെ ചർച്ചയിൽ കേട്ടരുത്. ഓ എടാ, നിന്റെ ഒന്നും ചർച്ചയിൽ കേട്ടരുത്, ഞാൻ കൂലിപ്പണി എടുത്ത് ജീവിക്കണോ. ഞാൻ നല്ല മേശിരിയുടെ മോന, നല്ല കൈ കൊണ്ട് അധ്വാനിച്ച് കല്ലുപണി ചെയ്ത മേശിരിയുടെ മോന, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ കൂലിപ്പണി എഴുതാനും ഞാൻ ജീവിക്കും, ഞാൻ പ്രസംഗിക്കും. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വാതിലടയ്ക്കാം, കുറ്റപ്പെടുത്താം, അപമാനിക്കാം. പെന്തക്കോസ് സമൂഹത്തിന് ചെയ്യാൻ അത്രേ പറ്റൂ. പെന്തിക്കോസിന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ നട്ടലില്ല. നിങ്ങൾക്ക് അപമാനിക്കാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആശയം തെറ്റാണ് ഇത് പറയേണ്ട ഗതികേടിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കരുത് പ്ലീസ്. ഞാൻ അതിനകത്ത് 99% ജനങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകൊണ്ട് പറയാം, ദയവ് ചെയ്ത് നിങ്ങൾ സ്വയമായി ബൈബിൾ പഠിക്കാൻ തീരുമാനിക്കണം. സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കണം. നിങ്ങൾ തന്നെ ബൈബിൾ വായിച്ച് പരിശുദ്ധാത്മാവോട് ചോദിക്കണം. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കുമെന്ന ബൈബിൾ വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തുമെന്ന ബൈബിൾ വാക്യം. ദയവ് ചെയ്ത് ബൈബിൾ നിങ്ങൾ വായിക്ക്. ഈ തിയോളജിക്കൽ പുഴുക്കളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുന്നതിന് പകരം ജസ്റ്റ് റീഡ് ഇറ്റ്, പ്ലെയിൻലി റീഡ് ഇറ്റ്. ലെറ്റ് ആസ്ക് ദ ഹോളി സ്പിരിറ്റ്, ലോർഡ് ഹെൽപ് മീ, സഹായിക്കാൻ പറ. ഓക്കെ, ഞാൻ അഭാഗത്തെ വിടുക എന്നുള്ള ഒരു വാണിംഗ് കൂടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഒരു വേദഭാഗം വായിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചില കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ സൂചിപ്പിച്ചതിന് ശേഷം വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിട്രസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിന്റെ യഥാർത്ഥ പ്രൊപ്പണന്റ് എന്ന് പറഞ്ഞാൽ ലൂയിസ് ഡെ അൽകാസർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. സ്പാനിഷ് ജെസ്യൂട്ട് ഒരു പ്രീസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഈ 16-17 അദ്ദേഹത്തിന്റെ കാലത്തിൽ തന്നെ ഇതിൽ വിശ്വസിച്ച മറ്റൊരാളുണ്ടായിരുന്നു. അത് ഡച്ച് തിയോളജിയൻ ആയിരുന്നു. അദ്ദേഹം ഹ്യൂഗോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ഇതിന്റെ കവനന്റ് എസ്കറ്റോളജി എന്നുള്ള നിലയിൽ ഇതിനെ പുതുക്കിയിട്ട് ഇതിനെ കൂടുതൽ പരിഷ്കരിച്ച് ഇതിനെ കൂടുതൽ പോപ്പുലർ ആക്കിയിരിക്കുന്ന ആളുടെ പേരാണ് മാക്സ് കിങ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പഠിപ്പിച്ചത് AD 70 ക്രിസ്തു വന്നുവെന്നും അതുപോലെ തന്നെ ന്യായവിധി നടപ്പാക്കിയെന്നും ഉയർപ്പ് നടന്നുവെന്നുമാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലിന്റെ ഒരു പ്രധാന 2-3 കാര്യങ്ങൾ. ക്രിസ്തു AD 70 വന്നു. ക്രിസ്തു AD 70 വന്നു. പുതിയ നിയമസഭ അതിന്റെ പൂർണ്ണതയിലെത്തി. യേശുക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള വെഡിങ് നടന്നു. അതാ ന്യൂ കവനന്റ്. ആ ന്യൂ കവനന്റിനെയാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത്. അന്നേരം തന്നെ ഒടുക്കത്തെ നാളിൽ ഉയർപ്പ് നടക്കുമെന്നുള്ള യഹൂദന്റെ പ്രോമിസ് ആ ഒടുക്കത്തെ നാളിൽ കാഹളധ്വനി പെരുന്നാളിൽ സംഭവിച്ചു. വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് പ്രവേശിച്ച മഹാപുരോഹിതൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി രക്ഷ പൂർത്തീകരിക്കാൻ അവൻ തിരികെ വന്നു. ഇതെല്ലാം മാക്സിങ് മാത്രമല്ല, ഇന്ന് ഈ വെളിപ്പാട് സംസാരിക്കുന്ന സകല ആളുകളും കൃത്യമായ നിലയിൽ പറയുന്നുണ്ട്, ധൈര്യത്തോടെ പറയുന്നുണ്ട്. റിസറക്ഷൻ ഓൾറെഡി ഹാപ്പൻ, ജീസസ് ഓൾറെഡി കെയിം, ന്യൂ കവന്റ് ഓൾറെഡി സ്റ്റാർട്ടഡ്, വി ആർ ലിവിംഗ് ഇൻ ദ ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ എർത്ത്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉട്ടോപ്യയിലല്ല നമ്മൾ താമസിക്കുന്നത്. പാമ്പിന്റെ പൊത്തിൽ പിള്ളേർ കഴിയിടുന്ന, കരടിയും ആട്ടിൻകുട്ടിയും ഒരുമിച്ച് താമസിക്കുന്ന, സിംഹവും പശുവും ഒരുമിച്ച് മേയുന്ന ഉട്ടോപ്യയിലല്ല നമ്മൾ താമസിക്കുന്നത്. ഇനി അതെല്ലാം ലിറ്ററാ. ആലോചിച്ച് നോക്കിയേ, എല്ലാം ലിറ്ററാ. പാമ്പിന്റെ പൊത്തിൽ പോയി കുട്ടികൾ കൈയിടും. മിക്കവാറും അത് വാവാ സുരേഷിന്റെ പിള്ളേരായിരിക്കും. കാരണം ക്രിസ്തു ഭരിക്കുമ്പോൾ പിള്ളേരുടെ സ്വഭാവം എന്തുവാ? കാട്ടി പോയി പാമ്പിന്റെ പൊത്തി കൈയിടുമെന്ന്. അത് സംഭവിക്കാൻ പോകുന്ന യേശു ക്രിസ്തു വരും, പുതിയ ആകാശം പുതിയ ഭൂമി. അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്, നിലവിലുള്ള ഈ മുഴുവൻ ഇതെല്ലാം അനിഹിലേറ്റ് ചെയ്തു മൊത്തം കത്തിച്ച് കളയുമെന്ന്. ഭൂമിയിലുള്ള കുറച്ച് പുഴുക്കളെ പോലുള്ള കുറെ മനുഷ്യർക്ക് വേണ്ടി അണ്ടകടകം മൊത്തം കത്തിച്ച് കളയുമെന്ന് പറയുന്നത് ദൈവം ഭ്രാന്തനാണ്. ഇല്ല എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ തിയോളജി എന്തും മണ്ടത്തരമെന്ന് ആദ്യം പഠിക്കും. ഓക്കെ, അപ്പൊ ഞങ്ങൾ മാക്സ്വെൽ മാത്രമല്ല കേട്ടോ, മാക്സ് കിങ് അല്ല, വി ആർ ഓൾ പ്രീച്ചിങ് ലൈക്ക് ദാറ്റ്. സേ വി ഹാവ് വെരി മച്ച് കോൺഫിഡൻറ്റ് ഓൺ ദിസ് വേഴ്സസ്. കാരണം അത് അത്ര ആക്യുറേറ്റ് ആണ്.
ഞാൻ എന്തുകൊണ്ടെന്നറിയാമോ ഇത്രയും ഇത്രയും ആളുകളുടെ വിരോധം? ഇപ്പൊ എത്രയോ പേരെന്നെ വിരോധിക്കുന്നുണ്ടെന്നറിയോ? എൻ്റെ ഒരു സുഹൃത്തുക്കളും ഇപ്പൊ എന്നോട് സംസാരിക്കാറില്ല. എന്താന്ന് ചോദിച്ചാൽ എന്നോട് സംസാരിച്ച അവന്മാരെ പിന്നെ പള്ളിക്കയറ്റത്തിൽ എത്രയോ പേരെന്നെ വിട്ടുപോയി. എൻ്റെ കൂടെയുള്ള എൻ്റെ ചർച്ചിലുള്ള എത്രയോ പേര് വിട്ടുപോയി. ഇഷ്ടംപോലെ ആളുകൾ പോകുന്നുണ്ട്. കാരണം ഇത് അപ്പോസ്തലനായ പൗലോസ് പോലും പറഞ്ഞിട്ട് എല്ലാവരും എന്നെ വിട്ടുപോയത്. സോ എല്ലാവരും വിട്ടുപോകുന്നു, എല്ലാ കൂട്ടുകെട്ടും പോകുന്നുണ്ട്, എല്ലാ വഴികളും അടഞ്ഞു പോകുന്നുണ്ട്. സഹായിക്കുന്നവർ സഹായിക്കാതിരിക്കുന്നു, സ്നേഹിക്കുന്നവർ സ്നേഹിക്കാതിരിക്കുന്നു. ഇതെല്ലാം സമ്പാദിച്ചിട്ട് ഈ സത്യം പറയുന്നെങ്കിൽ എൻ്റെ പൊന്ന് റവറൻഡേ, ഇത് കാര്യം നേടാൻ വേണ്ടിയോ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണോ ബ്രദറെ? ഒരു നല്ല ഉടുപ്പ് വാങ്ങിച്ചിടാൻ പറ്റാത്ത, നല്ലൊരു ഷർട്ട് വാങ്ങിച്ചിടാൻ പറ്റാത്ത, അല്ലെങ്കിൽ നല്ലപോലെ ഒരു ഇഷ്ടമുള്ള ഒരു ആഹാരം പോലും പോയി കഴിക്കാൻ പോലും സാമ്പത്തികം ഇല്ലാത്ത നിലയിൽ പരിമിതിയിൽ ജീവിക്കുന്ന ഞാൻ ആരെ നേടാൻ വേണ്ടിയാ ബ്രദറെ ഈ മെസ്സേജ് പറയുന്നത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇത് മുഴുവൻ നഷ്ടം സഹിച്ച്, കഷ്ടം സഹിച്ച്, ദാരിദ്ര്യം ശീലിച്ച്, പരിമിതി ശീലിച്ച്, ഏറ്റവും ലഘുവായി ജീവിക്കാൻ, സിമ്പിളായിട്ട് ജീവിക്കാൻ പഠിച്ച്, ആരെങ്കിലും തരുന്ന സ്തോത്രത്തോടെ വാങ്ങി ഈ സന്ദേശം വീണ്ടും വീണ്ടും പറയുന്നത് എന്ത് കാര്യം നേടാനാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? മനസ്സിലായോ? ഇപ്പൊ ഞാനിത് പറയുന്നതുകൊണ്ട് എനിക്ക് അമേരിക്കയിൽ നിന്ന് കുറെ ലക്ഷക്കണക്കിന് ഡോളർ വരുന്നെങ്കിൽ അത് കാര്യമുണ്ടെന്നേ. ഇതൊരു കാര്യമില്ല, ഇത് നഷ്ടേ ഉള്ളൂ. സഹായിക്കാൻ ആരുമില്ല. കുറച്ചു പേരെന്തോ ഈ സന്ദേശത്തെ സ്നേഹിക്കുന്നവർ, അവരുടെ ആ നൽകുന്ന വലിയ സ്നേഹവും കരുതലും കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ആളുകളാണ് ഞങ്ങൾ ഭൂലോകം സമ്പാദിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതുവരെ 1 സെന്റ് ഭൂമി എനിക്കില്ല, എനിക്കൊരു വാഹനം ഇല്ല, എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് മന്ന നിന്ന് ഭക്ഷിക്കുന്ന പോലെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഞാൻ എന്തിനകത്താ പ്രശംസിക്കുക? എന്ത് കാര്യത്തിനായി സത്യം പറയുന്നത്? ഇത് സത്യമായതുകൊണ്ടാണ്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരും ആദിമസഭയിലെ വിശുദ്ധന്മാരും എന്തുകൊണ്ടാ വാളിന്റെ മുമ്പിൽ പേടിക്കാതിരുന്നത്? തങ്ങളുടെ പ്രാണനെ വിലയേറിയതായി എണ്ണാതിരുന്നത്? അവരുടെ വിശ്വാസം അത്ര പവർഫുൾ ആയിരുന്നുണ്ടാ, ആക്യുറേറ്റ് ആയിരുന്നുണ്ടാ. ഞങ്ങൾ കഷ്ടം സഹിക്കുന്നത്, ഞങ്ങൾ നഷ്ടം സഹിക്കുന്നത്, അപമാനം സഹിക്കുന്നത്, ക്രൈസ്തവ ലോകത്തെ മുഴുവൻ ആളുകളുടെയും ആക്ഷേപം ദിനംതോറും കേൾക്കുന്നത്. ചില ആളുകളൊക്കെ ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നത്, എൻ്റെ അപ്പനെ വിളിക്കുന്നു, അമ്മയ്ക്ക് വിളിക്കുന്നു, കുടുംബത്തിന് വിളിക്കുന്നു, ആക്ഷേപം പറയുന്നു, എന്തെല്ലാം വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് വീണ്ടും ഓരോ വീഡിയോയിൽ വന്ന് സത്യം പറയുന്നത് കോടികൾ സമ്പാദിക്കാനല്ല എൻ്റെ റെവറൻഡേ. നിങ്ങളിത് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ എന്തുവാ കഷ്ടകാലം പറയാനൊന്നും വന്നില്ല, അഭിമാനത്തോടെ സംസാരിക്കുന്നത് ഞാൻ. ബാക്കി ഭാഗത്തേക്ക്. അതുപോലെ തന്നെ ഉയർപ്പ് നടന്നു, അതുപോലെ തന്നെ ന്യായവിധി നടന്നു എന്നുള്ളത്. ന്യായവിധി എന്ന് പറഞ്ഞാൽ അവൻ ലിമിറ്റ് ചെയ്യുകയാണ്. ന്യായവിധി എന്ന് പറഞ്ഞാൽ സകല മനുഷ്യർക്കും വേണ്ടിയല്ല. നമ്മൾ വിശ്വസിക്കുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി സകല മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്നു. വെള്ളസിംഹാസനത്തിന്റെ മുമ്പാകെ എല്ലാവരും ഒരു ദിവസം നിൽക്കും. ഇതൊക്കെയാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി സകല മനുഷ്യർക്കും എവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ ബാക്കി കുരുക്കുമല്ലോ കേട്ടോ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ അങ്ങനെയാണ്. എല്ലാവർക്കും ഒന്നല്ല. പിന്നെ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ എല്ലാവരും മരിച്ചവരാപോലെ വൃത്തം എന്നൊക്കെ പറയുമ്പോൾ ഉടനെ എല്ലാവരും അങ്ങ് എത്തുമെന്നാണ്. അങ്ങനാണോ പ്രിയപ്പെട്ട സഹോദര? അങ്ങനാണോ? സകല കണ്ണും കുത്തിത്തുളച്ചവരും അവനെ കാണുമെന്ന വാക്കിൽ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? ഞാൻ ഈ വാക്കുകളൊക്കെ എടുക്കുന്നറിയാമോ? എല്ലാ കണ്ണും കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന വാക്കിനകത്ത് യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ആമസോൺ കാട്ടിൽ താമസിക്കുന്ന ആ ട്രൈബൽസ് അത് കാണുമോ? കാരണം അവരും കാണണം. ഈ എല്ലാ കണ്ണിനകത്തും അവരുണ്ടല്ലോ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ താമസിക്കുന്ന മനുഷ്യനെ അവിടെ ചെന്ന കൊന്നുകളയുന്ന ആ വർഗങ്ങൾ അവിടെ ജിപ്പുണ്ട്. അവരും കാണുമോ? അവരെയും കാണിക്കണോ? അപ്പൊ എല്ലാ കണ്ണും എല്ലാ മനുഷ്യരും എന്നൊക്കെയുള്ള അർത്ഥത്തെ എന്താണെന്നെങ്കിലും ഒന്ന് പോയി പഠിക്കും സാറേ. ബൈബിളിനെ നിങ്ങൾ നോക്ക്. ഞാനതാ പറഞ്ഞു, നിങ്ങൾക്ക് ഭയങ്കര പുച്ഛമല്ലേ ഐസിജസിസ് എക്സിജിസിസ്? എന്താ നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? എല്ലാവർക്കും ന്യായവിധി. എന്തിന്റെ ന്യായവിധി? എന്തിന്റെ പേരിൽ ആമസോൺ കാട്ടിലുള്ളവനെ ന്യായം വിധിക്കണം? നിങ്ങൾ പറ, മറുപടി പറയാ. ആമസോണിൽ സുചേട്ടൻ കേട്ടിട്ടില്ല, അവർ യേശുവിനെ അറിയത്തില്ല, അവർ യേശുവിനെ ഉപദ്രവിച്ചിട്ടുമില്ല, കുത്തിയതുമില്ല. അവരെ എന്തിന് ന്യായം വിധിക്കണം? ന്യായവിധി ന്യായപ്രമാണത്തിന്റെ
അണ്ടറിൽ മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാതെ. ന്യായപ്രമാണം ഇല്ലാത്തടത്ത്, നിയമമില്ലാത്തടത്ത് വിധിയില്ലെന്ന് മനസ്സിലാക്കാതെ. ആരോട് സംസാരിക്കാനാണ്? ഓക്കെ, നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരും അതിന് ഒപ്പാകെ നിൽക്കണം, എല്ലാവരും അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ചെമ്മരിയാടിനെ കോലാടിനെ തമ്മിൽ വേർതിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന. എന്നെ കുറ്റപ്പെടുത്തുക. എക്സിജസിസ് എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി പറഞ്ഞ മുഴുവൻ എന്തുവാ? കുഞ്ഞമാടിനെ ചെമ്മരിയാടിനെയും കുഞ്ഞാടിനെയും തമ്മിൽ വേർതിരിക്കും. എവിടെ സാറേ? ഇതിന്റെയൊക്കെ കോണ്ടെക്സ്റ്റ് പോയി വായിക്കും സാറേ. ഈ വർത്തമാനം പറഞ്ഞത് നിങ്ങളാണോ? ഞാൻ ഇനി പോയി തിയോളജിക്കൽ സെമിനറി പഠിക്കണം എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്ക്. വ്യാഖ്യാനം പോകുന്നുണ്ടോ? വെള്ള സിംഹാസനായ വിധി ഒരിക്കൽ മരിക്കുക, എല്ലാവരും കുറെ വാക്യം നുള്ളി പറക്കുക. അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചെറിയ പിക്കിങ് ചെയ്തിട്ട് പറയാ അത്, എന്നിട്ട് പറയാം നമ്മൾ കുറ്റക്കാരായി. ഞങ്ങൾ ഇങ്ങനൊന്നും അല്ല ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇതുപോലെ അവിടെ ഒരു വാക്യം എടുക്കുക, അതെന്തുവാ ഇതെന്തുവാ, കൃത്യമായിട്ട് മറുപടി തരാം. ഞാനിപ്പോ ഇതിനകത്ത് മറുപടി തരുന്നില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ എന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കൃത്യമായി. എന്റെ വ്യാഖ്യാനമല്ല, ബൈബിൾ വെച്ച്. വെള്ളസിംഹാസൻ ന്യായവിധി എന്നത് പറഞ്ഞുതരാം. ചെമ്മരിയാടിനും കോലാടിനും തമ്മിൽ വേർതിരിക്കാൻ മനസ്സിലാക്കുക. നോക്കവിടെ പോയി 25 അധ്യായം. ചെക്ക് ഇറ്റ് സർ. തിയോളജി എന്ന് പറഞ്ഞു. എന്നാൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഈ ന്യായവിധി എന്ന് പറഞ്ഞാൽ ജെറുസലേമിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു ന്യായവിധിയാണെന്നാണ് അവർ പറയുന്നത്. അതാണ് കുഴപ്പം. യെരുശലേമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ന്യായവിധി എന്നാണ് അവര് പറയുന്നത്. ഞാനല്ല, ബൈബിൾ അങ്ങനെ പറയുന്നു. ഈ ബൈബിളിൽ എവിടെയെങ്കിലും ഭൂലോകം മൊത്തം ന്യായവിധി ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. ഈ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം ഫുൾഫില്ല എന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ലല്ലേ? ആവട്ടെ. അവിടെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ അന്ന് പുനലൂരുള്ളവൻ കിഴക്കമലയിലേക്ക് ഓടിപ്പോൻ പറഞ്ഞിട്ടുണ്ടോ? തെമ്മലയിലെ മലയിലോട്ട്. റോസ്മല എന്നൊരു മലയുണ്ട് ഇവിടെ, ഭയങ്കര കുന്ന. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. യഹൂദിയിലുള്ളവർ മരുഭൂമിയിലേക്ക് മലയിലേക്ക് ഓടിപ്പാനല്ലേ പറഞ്ഞു. എന്റെ അർത്ഥം എന്താ? ഈ ന്യായവിധി എവിടാ വരുന്നത്? യഹൂദിയല്ല. അടുത്ത വാക്ക്, അത് ശബത്തിലോ ശീതകാലത്തോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഈ ശബത്ത്, ഇന്ത്യക്കാർക്ക് ശബത്തുണ്ടോ? ഇന്ത്യക്കാർ ജീവിക്കുന്ന സാബത്തിലാ, അണ്ടർ ദ ലോയിലാ. അപ്പൊ അത് ശബത്ത് അനുഷ്ഠിക്കുന്നവരോട്ടുള്ള വചനമല്ലേ? ശീതകാലത്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ആ തണുപ്പുള്ള കാലത്ത് സംഭവിക്കാതിരിക്കാനല്ലേ പ്രാർത്ഥിച്ചത്? ഇതാരോടെ സംസാരിക്കും? ഒരു ലോക്കലല്ലേ? ഭൂലോകം മുഴുവൻ എല്ലാത്തിനെയും കത്തിക്കുന്ന എവിടെ? എന്തിനു കത്തിക്കണം? എന്ത് പർപ്പസാ? ഇപ്പൊ എന്റെ നാട്ടിൽ താമസിക്കുന്ന പല ഹൈന്ദവരുണ്ട്. അവരെ യേശു ന്യായം വിധിക്കുന്ന പറഞ്ഞാൽ എന്തിനാ? അവർ ചോദിക്കും എന്തിനാന്ന് ചോദിക്കും. വാട്ട് പർപ്പസ്? അപ്പൊ സുവിശേഷം സൗകര്യമില്ല വിശ്വസിക്കാൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്റെ പ്രിയമില്ല, അങ്ങനെ വിശ്വസിച്ചില്ല ഞാൻ നിന്നെ കൊല്ലും. എങ്കിൽ പിന്നെ ഇതാണ് ഗോസ്പൽ. ഇസ് ഇറ്റ് ഗോസ്പൽ? സർ, ഒരു വാക്യം എടുക്കുന്നതിന് മുമ്പ് അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് താങ്കൾ എന്നെ പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് ആദ്യം താങ്കൾ പഠിക്കും പ്ലീസ്. ജെറുസലേമിൽ മാത്രം, ജൂതന് മാത്രമുള്ള ഒരു ന്യായവിധിയെ കുറിച്ചാണ് അവർ പറയുന്നത്. അല്ലാതെ മൊത്തത്തിലുള്ള ഒരു ന്യായവിധിയെ കുറിച്ചൊന്നും അവരവിടെ പറയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് ലിറ്ററൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെ ലിറ്ററൽ ആയിട്ട് എടുക്കും, ചിലതിനെ അവർ ആത്മീയമായിട്ട് സ്പിരിച്വലൈസ് ചെയ്യും. അതായത് ഉദാഹരണത്തിന് യേശുക്രിസ്തു ആകാശത്ത് വന്നു, അതേപോലെ അവര് പറയുന്ന അനുസരിച്ചിട്ട് മേഘത്തിൽ യേശു വന്നു, അത് വന്നു എന്ന് പറയുമ്പോൾ അവരൊന്നും പറഞ്ഞതല്ല, നിങ്ങളും പറഞ്ഞത് എങ്ങനാ? യേശു പിന്നെ മേഘത്തിൽ വരുമെന്നല്ല, എങ്ങനെ വരുന്നത് നിങ്ങൾ പറയുന്നത്? ഹെലികോപ്റ്റർ വരുന്നത്? രാജാതിരാജൻ മഹിമയോടെ സൂപ്പർസോണിക് വിമാനത്തിൽ എഴുന്നള്ളാറ എങ്ങനാന്ന്? വാനമേഘത്തിൽ നിന്നല്ലേ? ഞങ്ങളുടെ മണ്ടയ്ക്ക് മാത്രം എടുത്തതിന് യേശുക്രിസ്തു മേഘത്തിൽ വരുമെന്ന് നിങ്ങളും പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങളും അങ്ങനെ പറഞ്ഞ. പക്ഷെ യേശുക്രിസ്തു മേഘത്തിൽ വരുന്നത് എന്തിനാന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. അത് കാരണം ബൈബിളിലുണ്ട് വാക്യം. നിങ്ങൾ പോയി വായിച്ചു നോക്കുന്നേ. നഹൂം പ്രവചനത്തിന് 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചു നോക്കും. യെശയ്യാവിന്റെ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചു നോക്കും. ഞാൻ മേഘത്തെ തേരാക്കി വരുമെന്ന്, മേഘത്തിൽ വരുമെന്ന്. യാഹ്വേ വാസ് ദ ക്ലൗഡ് റൈഡർ. ക്ലൗഡ് റൈഡിങ് മീൻസ് ജഡ്ജ്മെന്റ്. മനുഷ്യപുത്രൻ മേഘത്തിൽ വരുമെന്ന് പറഞ്ഞാൽ അർത്ഥം ജഡ്ജ്മെന്റ് വരുമെന്ന്. എന്താ നിങ്ങൾ ഞങ്ങളെ എല്ലാം കുറ്റപ്പെടുത്തുമല്ലേ?
ഈ മേഘത്തിൽ വരിക എന്ന് ആദ്യമായിട്ടാണ് ബൈബിൾ എഴുതിയേക്കുന്നത്. ഓക്കെ, ഞങ്ങളെല്ലാം ലിറ്ററലി ഞങ്ങളാരും ലിറ്ററലി ഒന്നും വ്യാഖ്യാനിക്കുന്നില്ല സാർ. സ്പിരിച്വലൈസ് ചെയ്യുകയാണ്. അപ്പം അതുപോലെ തന്നെ ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനോട് അടുത്ത് നടക്കുന്ന സംഭവമായിട്ട് അവർ പറയുന്നത്, യേശു ക്രിസ്തു വന്നു, ന്യായവിധി നടപ്പാക്കി കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു, അവിടെ യെരുശലേമിനെ നശിപ്പിച്ചു, ജൂതന്മാരെ കൊന്നുകളഞ്ഞു, അവർ ലോകത്തെമ്പാടും ചെയ്തു. ഇതൊക്കെയാണ് അവരുടെ ആശയം. അപ്പൊ താങ്കൾ വായിക്കുന്ന ബൈബിൾ ഏതാ? താങ്കൾ ബാലരമയാണോ വായിക്കുന്നത്? എന്ത് ചെയ്യും അവരുടെ ആശയം? ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആശയമില്ല സാർ. യെരുശലേം ദേവാലയത്തിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിക്കണം. യെരുശലേമിന്റെ പണിയെക്കുറിച്ച് യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ പറയുമ്പോൾ യേശു ക്രിസ്തു അവരോട് പറഞ്ഞത്, ഇത് കല്ലിന്മേൽ കല്ല് ഇടിഞ്ഞു പോകാതെ, അല്ലെങ്കിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരുന്നത് ഇടിഞ്ഞു പോകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഒലിവുമലയിൽ യേശു ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്ന് ചോദിക്കുക, കർത്താവ് അത് എപ്പോൾ സംഭവിക്കും? ഏത് ഈ കല്ലിന്മേൽ കല്ല് ഇടിഞ്ഞു പോകാതെ ഇരിക്കുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞില്ലേ, അത് പൊളിഞ്ഞു പോകുന്നത് എന്നാന്ന് ചോദിച്ചു. അതിന്റെ അടയാളം തരാൻ പറഞ്ഞു. ഇതിപ്പോ സംഭവിക്കും. എന്നിട്ട് രണ്ടാമത് ചോദിച്ചു, നിന്റെ പറോസിയായിരിക്കും. പറോസിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വരവ് എന്ന വാക്ക് മാത്രമേ ഉള്ളൂ സാർ. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് പറോസിയ? ഒരു രാജാവ് തിരികെ തന്റെ സാമ്രാജ്യത്തിലേക്ക്, തന്റെ ടെറിട്ടറിയിലേക്ക് തിരികെ വരുന്നതിനെ പറോസിയ എന്ന് പറയാറില്ലേ? വിസിറ്റിങ്ങിന് പറോസിയ എന്ന് പറയാറില്ലേ? പ്രത്യക്ഷതയ്ക്ക് പറോസിയ എന്ന് പറയില്ലേ? വന്ന് താമസിക്കുന്നതിന് പറോസിയ എന്ന് പറയാറില്ലേ? അപ്പൊ പറോസിയ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കർത്താവ് മേഘത്തിൽ ഇങ്ങനെ അക്ഷരം പ്രതി ഇറങ്ങി വരുന്നതാണോ എന്റെ അർത്ഥം? ഈ പറോസിയ എന്ന വേർഡ് പഴയ നിയമത്തിൽ സംഭവിച്ചിട്ടില്ലേ? അപ്പൊ നിന്റെ വരവ് എന്ന് അപ്പോസ്തലന്മാർ ചോദിക്കാൻ കാരണം എന്താ? അവർക്ക് ഈ റെവലേഷൻ പഴയ നിയമത്തിൽ നിന്ന് കിട്ടിയതാ. അവർ പഴയ നിയമത്തിലെ ന്യായപ്രമാണം പഠിച്ചവരാ. ന്യായപ്രമാണത്തിൽ ഇങ്ങനെ ക്രിസ്തു മടങ്ങി വരുമെന്ന് കൃത്യമായി അവർക്ക് പ്രോമിസ് ഉണ്ട്. മനസ്സിലാക്ക്, ക്രിസ്തുവിന്റെ മടങ്ങി വരവെന്ന് പറയുന്നത് നിങ്ങളുടെയും എന്റെയും പ്രത്യാശയല്ല, അത് യഹൂദന്റെ പ്രത്യാശയാ. മിശിഹാ തമ്പുരാന്റെ മടങ്ങി വരവിന്റെ സെക്കൻഡ് കമ്മിങ്ങിന്റെ മുന്നോടിയാണ് യോഹന്നാൻ സ്നാപകൻ സർ. നിങ്ങൾ ആദ്യം പോയത് പഠിക്കുക. നിങ്ങൾ ഞങ്ങളെ പോലുള്ള ആളുകളെ ഞങ്ങളെ ഇങ്ങനെ മാന്താൻ വരാം. ഞങ്ങൾ ഇതിനെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു സ്ഥലത്ത് 99% ആള് നിൽക്കുന്നു, ഇപ്പുറത്ത് 1% ആള് നിൽക്കുന്നു. എന്താ ഞങ്ങളുടെ പുറകെ വരുന്ന അറിയാമോ? നിങ്ങൾക്ക് ഭയാണ്. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന കുമ്പളക്കൊട്ടാരം പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് പൊളിഞ്ഞു പോകുമെന്ന്. നിങ്ങൾ ഇനി മുഴുവൻ അപ്പോളജിസ്റ്റ് ഒരുമിച്ച് എന്നെ തെറി വിളിക്കും മാത്രമല്ല, ജോൺ ലോറൻസ് അങ്ങനായിരുന്നു, അവൻ ഇങ്ങനായിരുന്നു, അവൻ ഭാവിയായിരുന്നു, അവൻ കുഴപ്പക്കാരനായിരുന്നു, അവൻ അങ്ങനെ എന്നെക്കുറിച്ച് ഇനി എന്നാ അവയ്ക്കാതെ പറഞ്ഞാലും എനിക്കൊരു ഒന്നുമില്ല സഹോദര. ഐ ഡോണ്ട് കെയർ. ശ്രദ്ധിക്കുക, ഇവിടെ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, ജഡ്ജ്മെന്റ് അപ്പോൺ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇത് ഓൾഡ് ടെസ്റ്റമെന്റ് മുതലുള്ളതാണ്. അല്ലാതെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അങ്ങനൊന്നും പറയുന്നില്ല, ബൈബിൾ പറയുന്നു എന്ന് പറ. പക്ഷെ ആ കാര്യം ലിറ്ററലാണ്. ആരെയും നശിപ്പിച്ചതെല്ലാം ലിറ്ററലാണ്. പക്ഷെ യേശു വന്നു എന്ന് പറഞ്ഞ സ്പിരിച്വൽ അല്ല. യേശു വന്നത് സ്പിരിച്വൽ ആര് പറഞ്ഞു? യേശു വന്നേ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, എന്തിനാ ഈ സ്പിരിച്വൽ ആക്കുന്നത്? മേഘത്തിൽ യേശു മാത്രമല്ലല്ലോ വന്നേ, പിതാവിന്റെ മഹത്വത്തിൽ വരുമെന്നല്ലേ? പിതാവിന്റെ മഹത്വം എന്താ? പിതാവ് എങ്ങനെയാണോ ഓൾഡ് കവനന്റിൽ വന്നതുപോലെ ക്രിസ്തു വരുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? യെശയ്യാവിന്റെ പ്രവചനം 19 മിസ്രീമിനെ കുറിച്ചുള്ള പ്രവാചകം. യഹോവ വേഗതയുള്ള മേഘത്തെ വാഹനമാക്കി. കേൾക്കുന്നുണ്ടോ സർ? വേഗതയുള്ള മേഘത്തെ വാഹനമാക്കി. മേഘത്തേരിൽ യേശു വരുമെന്നൊക്കെയല്ലേ? മേഘത്തിൽ വരാറായി, എന്റെ പ്രിയൻ വാനിൽ വരാറായി പാടില്ലേ? എന്റെ പ്രിയൻ വാനിൽ, കാന്തനെ കാണുവാൻ ആശയേറുന്ന വാനത്തിൽ വരുന്നതൊക്കെ അല്ലേ ഇവിടെ എഴുതിയേക്കുന്നു. യഹോവ വേഗതയുള്ള മേഘത്തെ വാഹനമാക്കി മിസ്രീമിലേക്ക് വരുന്നു. ഫിസിക്കലി വന്നതാണോ? പറയൂ സർ. യഹോവ വേഗതയുള്ള മേഘത്തെ വാഹനമാക്കി മിസ്രീമിലേക്ക് വരുന്നു. ദാ എഴുതി വെക്കുന്നു. എവിടെയെങ്കിലും മിസ്രീമിൽ യഹോവ ഫിസിക്കലി വന്നോ? അപ്പൊ യഹോവ അവിടെ മേഘത്തിൽ വന്നു എന്നതിന്റെ തെളിവെന്താ? 19-ാം അധ്യായത്തിന്റെ അധ്യായം കഴിഞ്ഞ് 20-ാം അധ്യായം വരുമ്പോ എന്താ? അശൂർ രാജാവായ സർഗോൻ മിസ്രൈമിനെ ആക്രമിച്ചു. അപ്പൊ ജഡ്ജ്മെന്റ് അപ്പോൺ ദ പീപ്പിൾ ഓഫ് ഈജിപ്റ്റ്. അപ്പൊ യേശു ക്രിസ്തു മേഘത്തിൽ വരും എന്ന് പറഞ്ഞാൽ എന്താ?
മനുഷ്യപുത്രൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആകാശമേഘങ്ങളെ വാഹനമേറ്റി വരുന്നത് നിങ്ങൾ കാണും എന്ന് സൻഹേദ്രിയ സംഘത്തോടും മഹാപുരോഹിതനോട് പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? എന്താ ഒരു ഉടുപ്പ് വലിച്ചേറിയെന്നറിയുമോ? മേഘത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അവർക്കറിയാൻ ന്യായവിധിയാണ്. പിടികിട്ടിയോ? ഞങ്ങൾ എല്ലാം ലിറ്ററലായിട്ട് എടുക്കുന്നത്. ഞങ്ങൾ ലിറ്ററലായിട്ട് എടുക്കേണ്ടതിനെ മാത്രമേ ലിറ്ററലായിട്ട് എടുക്കാവൂ. ഏതെങ്കിലും ഒരു കാര്യം സ്പിരിച്വലായിട്ട് എടുക്കുന്നെങ്കിൽ അത് പഴയ നിയമത്തിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടേ പറയാറുള്ളൂ. നിങ്ങൾ അങ്ങനല്ല. സൂര്യൻ ഇരുണ്ടു പോകും എന്ന് പറഞ്ഞാൽ നാസയുടെ കുഴലിനകത്തൂടെ നോക്കിക്കൊണ്ടിരിക്കുക, സൂര്യനകത്ത് വല്ല കറുത്ത പാടുണ്ടോ? ചന്ദ്രൻ രക്തതുല്യമായെന്ന് ബൈബിൾ എഴുതിയാൽ ഉടനെ എല്ലാ ബ്ലഡ് മൂണിന്റെ പുറകെ നടക്കും. അയ്യോ സൂര്യൻ, ചന്ദ്രൻ ചുമന്നു. കാരണം ബൈബിൾ. നിങ്ങൾ ആ ലിറ്ററലിന്റെ പുറകെ പോകുന്നത്. നിങ്ങൾ ലിറ്ററലായിട്ട് എടുക്കേണ്ടതിനെ സ്പിരിച്വലായിട്ട് എടുക്കും, സ്പിരിച്വലായിട്ട് എടുക്കേണ്ടതിനെ ലിറ്ററലായിട്ട് എടുക്കും. നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും, നിങ്ങൾ ലിറ്ററലായിട്ടല്ലേ എടുക്കുന്നത്. പുതിയ ആകാശം പുതിയ ഭൂമി ലിറ്ററലായിട്ടല്ലേ എടുക്കുന്നത്. പാമ്പിന്റെ പൊത്ത് കൈയിടുന്നത് ലിറ്ററലായിട്ടല്ലേ എടുക്കുന്നത്. നിങ്ങളുടെ കൊച്ചിനെ പാമ്പിന്റെ പൊത്ത് കൈ ഇടാൻ വിടുവോ? നിങ്ങൾ ലിറ്ററലായിട്ട് എടുക്കുവോ? സ്വർഗത്തിൽ നിന്ന് 1500 മൈൽ സ്ക്വയർ ഉള്ള ഒരു പെട്ടി താഴോട്ട് ഇറങ്ങുന്നത് ലിറ്ററായിട്ടല്ലേ വിശ്വസിക്കുന്നത്? ആ പെട്ടി ഭൂമിയിൽ എവിടെ ഇരിക്കും? ഭൂമി എന്ന് പറയുന്ന ആ ഗോളത്തിന്റെ എവിടെ ഇരിക്കും ആ പെട്ടി? ഇത്രയും സ്ക്വയർ മൈൽ. ആ പെട്ടിക്കകത്തോട്ട് ആൾക്ക് എങ്ങനെ കയറാൻ പറ്റും? അതിന്റെ മെഷർമെന്റ് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ലിറ്ററായിട്ടല്ലേ എടുക്കുന്നത്. പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറഞ്ഞല്ലോ, എല്ലാം കത്തിയിട്ട് പുതിയ ഉണ്ടാവുമല്ലോ. എനിക്കിപ്പോ 22-ാം അധ്യായത്തിൽ പുറത്ത് ജീവജലദാതി ഒഴുകുന്നെന്നും അവിടെ ശുദ്രക്കാർ ബിംബാരാധികളും നായ്ക്കളും ഉണ്ട്, വിഗ്രഹാരാധി എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ലിറ്ററലായിട്ടല്ലേ നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നവരല്ലേ? ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നിട്ട് പിന്നെ ഈ നായ്ക്കളും വിഗ്രഹാരാധികളും എവിടെ വന്നു? 22-ാം അധ്യായത്തിൽ പറയൂ സാർ. ഇപ്പൊ ഒരാൾക്കെതിരെ ആക്ഷേപം പറയുമ്പോൾ ഓർത്തോണം, നിങ്ങൾ 1500 പ്രശ്നത്തിൽ കിടക്കണം. ആളെ നശിപ്പിച്ചു എന്നുള്ളതല്ല ലിറ്ററൽ ആണ്. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് സ്പിരിച്വലാണ്. ഇതെന്താണ്? ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞ സ്പിരിച്വല. ഞാൻ ചോദിക്കട്ടെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെ ഉയർപ്പിച്ചു എന്ന വാക്ക് ലിറ്ററൽ ആണോ സ്പിരിച്വൽ ആണോ? ആദമനോട് പറഞ്ഞു തിന്നുന്ന നാളിൽ നിന്ന് മരിക്കും എന്ന് പറഞ്ഞ ആത്മാവിൽ മരിച്ചത് സ്പിരിച്വൽ ആണോ ഫിസിക്കൽ ആണോ? എഫ്രീം യഹോവയായ ദൈവത്തെ വിട്ട് ബാലിനെ സേവിക്കാൻ പോയി അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ ലിറ്ററൽ ആണോ സ്പിരിച്വൽ ആണോ? 3-ാം നാളിൽ അവൻ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ലിറ്ററൽ ആണോ സ്പിരിച്വൽ ആണോ? എസെക്കിയേൽ 37-ാം അധ്യായത്തിൽ പറഞ്ഞു അസ്ഥികൾ വിളിച്ചു പറയാ. 12-ാമത്തെ വാക്യം മുതൽ പറയുന്നു ഞങ്ങൾ ഉണങ്ങിപ്പോയി, ഞങ്ങൾ ക്ഷയിച്ചു പോയി എന്ന് പറയുന്നു. അത് ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ശവക്കുഴി തുറന്ന് പുറത്തു കൊണ്ടുവരുന്നത് ലിറ്ററൽ ആണോ സ്പിരിച്വൽ ആണോ? ടെൽ മീ സർ. Tell me, sir, is literal or spiritual? സൂര്യൻ ഇരുണ്ടു പോകും, ലിറ്ററലോ സ്പിരിച്വലോ? ചന്ദ്രൻ രക്തതുല്യമാവും, സ്പിരിച്വലോ ലിറ്ററലോ? ആകാശം നക്ഷത്രങ്ങൾ താഴെ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സെഞ്ചുറിയ നക്ഷത്രത്തിന് ദൂരം 4.5 പ്രകാശ വർഷം അകലെയാണ്. എന്ന് പറഞ്ഞാൽ നക്ഷത്രം നാളെ യേശുക്രിസ്തു വരുന്നതിന് തൊട്ട് മുമ്പാണ് സംഭവിക്കേണ്ടതെങ്കിൽ, 7 വർഷത്തെ മഹോദരവത്തിന് മുമ്പ് സംഭവിക്കണമെങ്കിൽ ഇപ്പോഴേ നക്ഷത്രം അവിടുന്ന് വീണ് തുടങ്ങിയെങ്കിൽ മാത്രമേ ഇവിടെ എത്തത്തുള്ളൂ. മിക്കവാറും ചില നക്ഷത്രങ്ങൾ ഇവിടെ എത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. അപ്പൊ ആകെപ്പാട് 7 വർഷത്തെ മഹോദരവേ ഉള്ളൂ. നക്ഷത്രം താഴെ വീഴും. ലിറ്ററലി വിശ്വസിക്കുന്നു സർ? ഡു യു ബിലീവ് ദാറ്റ്? യേശുക്രിസ്തുവിന്റെ കാൽ ഒലിവുമല ചോട്ടം ഒലിവുമല രണ്ടായിട്ട് അങ്ങ് പിളർന്നു പോകും. ഡു യു ബിലീവ് ദാറ്റ്? യു ബിലീവ് ദാറ്റ്? അത് രണ്ടായിട്ട് പിളർന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ വിശ്വസിക്കേണ്ടതിനെ വിശ്വസിക്കാൻ അറിയത്തില്ല, വിശ്വസിക്കേണ്ടതിനെ എല്ലാം വിശ്വസിക്കും. ആദമ മരിച്ചു, തിന്നുന്ന നാളിൽ മരിച്ചു. അത് ലിറ്ററൽ എങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനം എന്നതും ലിറ്ററലാണ്. ആദം തിന്നുന്ന നാളിൽ ഫിസിക്കലി മരിച്ചില്ല എങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനവും ഫിസിക്കൽ അല്ല. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നോ, ഉയർത്തെഴുന്നേൽക്കുന്നവന് ഏത് വിധം ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുമെന്നോ. എന്റെ പൊന്നു സാറേ, ഈ വീഡിയോയുടെ ഞാൻ നിർത്തുക. ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഈ ഒരൊറ്റ ഈ ഉയർപ്പും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോകും. ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോ പറയാം. കാരണം ഇറ്റ്സ് ടു ലോങ്. ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കിനും ബൈബിൾ വെച്ച് മറുപടി പറയേണ്ട അത്രയ്ക്കും ആവശ്യമാണ്. കാരണം ഇദ്ദേഹം എന്നോട് പറഞ്ഞില്ലയോ, അദ്ദേഹം പറഞ്ഞല്ലോ ഇങ്ങനെ ഒരാൾ വീഡിയോ ഇറക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്റെ ചേട്ടാ, നിങ്ങളുടെ ഓരോ സെന്റൻസിനും മറുപടി ഉണ്ട്. നിങ്ങൾക്ക് എന്റെ മെസ്സേജിന് മറുപടി തരാൻ പറ്റില്ല, അത് തന്നാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റിനും കൃത്യമായ മറുപടിയുണ്ട്.
ഒന്ന് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനം, ഏത് മരിച്ചവരെ കുറിച്ചുള്ള ഡിബേറ്റ് അവിടെ നടക്കുന്നു. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. കൊരിന്ത്യ സഭയിൽ 15-ാം അധ്യായത്തിൽ ഏത് മരിച്ചവരെ കുറിച്ചുള്ള ഡിബേറ്റാണ് നടക്കുന്നത്? ആദ്യം പോയി അത് മനസ്സിലാക്കുക. എന്നിട്ട് വാ. അത് അസംബ്ലീസ് ഓഫ് ഗോഡിലെ മരിച്ചവരെ കുറിച്ചല്ല, ചർച്ച് ഓഫ് ഗോഡിലെ മരിച്ചവരെ കുറിച്ചല്ല, IPCയിലെ മരിച്ചവരെ കുറിച്ചല്ല, ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും മരിച്ചുപോയവരെ കുറിച്ചല്ല. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ മരിച്ചവരെ കുറിച്ചുള്ള ഡിബേറ്റ് വരാൻ കാരണം അബൌട്ട് ദ ഓൾഡ് കവനന്റ് സെയിൻസിനെ കുറിച്ച്. ആദ്യം മനസ്സിലാക്കുക, കൃത്യമായിട്ടത് മനസ്സിലാക്കുക. ഓക്കെ, നിശ്ചയമായിട്ടും നിങ്ങൾ ഇതിന് മറുപടി തരാമെങ്കിൽ ഞാൻ ഇതിന് ഓരോന്നിനും വിശദീകരണമായി തരും. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, ഐ വിൽ ഗിവ് ദ ഡീറ്റെയിൽ ഫ്രം ദ ബൈബിൾ. എന്റെ ഇഷ്ടമല്ല, ഞാൻ ഒന്നും വ്യാഖ്യാനിക്കത്തില്ല. ഞാൻ വേഗത്തിൽ വളരെ കൃത്യമാണ് ഈ ചോദ്യം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമോ? അതിന്റെ ചോദ്യം. അതിന് ഉത്തരമായിട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു എങ്ങനെ ഉയർത്തെഴുന്നേറ്റെ? ആത്മീയമായിട്ടാണോ ഉയർത്തെഴുന്നേറ്റെ? ഈ പറയുന്നവർ പറയട്ടെ. യേശു ക്രിസ്തു ആത്മീയമായി അല്ല, യേശു ക്രിസ്തു ഭൗതിക ശരീരത്തിൽ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ്. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ അസ്ഥി ഉണ്ടായിരുന്നു, മാംസം ഉണ്ടായിരുന്നു. റവറൻ ഡോക്ടർ, താങ്കൾക്ക് പറയാൻ പറ്റുമോ ഈ അസ്ഥി മാംസം ഉള്ള ശരീരത്തോടുകൂടെ യേശു ഇപ്പോൾ എവിടെ ഇരിക്കുക? യേശുവിന് ആ ഇപ്പം ഇവിടുന്ന് പോയപ്പോഴുള്ള ആ ഉടുപ്പിലാണോ ഇരിക്കുന്നത്? അതോ തേജസ് വേറെ അങ്കി ധരിച്ചോ? എന്തായാലും യേശു ക്രിസ്തുവിന് ഭൂമിയിൽ ആ ഒരു വസ്ത്രം ഉണ്ടായിരുന്നല്ലോ ഭൂമിയിൽ. യേശുവിന് ശരീരമുണ്ട്, മാംസമുണ്ട്. യേശു തന്നെ പറഞ്ഞു, ഭൂതങ്ങൾക്ക് ആ മാംസവും അസ്ഥിയില്ലെന്നല്ല പറഞ്ഞ്, എനിക്ക് അസ്ഥി മാംസം ഉണ്ടെന്നല്ല പറഞ്ഞ്. ആ അസ്ഥിയോടും മാംസത്തോടും കൂടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ആ ഉടുപ്പോട് കൂടെയാണോ യേശു സ്വർഗത്തിലിരിക്കുന്നത്? ലിറ്ററലായിട്ട് ആണോ? എന്തുകൊണ്ട് യേശു ക്രിസ്തു ശരീരത്തെ ഉയർത്തെഴുന്നേറ്റെന്ന് അറിയാമോ സാറിന്? എന്തുകൊണ്ട് യേശു ക്രിസ്തു ശരീരത്തെ വീണ്ടും തന്റെ ദേഹമെന്ന തിരശീല രണ്ടായിട്ട് ചിന്തി താൻ മരിച്ചല്ലോ. മരിച്ച മിശിഹ പിന്നെന്തുകൊണ്ട് കല്ലറയിൽ നിന്ന്, വൈ ജീസസ് ടുക്ക് ഹിസ് ബോഡി അഗെയിൻ? വാട്ട് പർപ്പസ്? എന്താണെന്നറിയോ? അതറിയണം. അതറിഞ്ഞാൽ നിങ്ങൾ ഇതിങ്ങനെ യേശു ഇങ്ങനെ മേഘത്തിൽ കുതിരയുടെ പുറത്ത് കയറി വരുമെന്ന് ആരും പറയത്തില്ല. യേശു ലിറ്ററലി ഉയർത്തെഴുന്നേറ്റു സർ. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ ഉയർത്തെഴുന്നേൽക്കണം. ആർ യു ഫ്രം ഹെവൻ? യേശു ക്രിസ്തു സ്വർഗീയനാ. അവന്റെ ശരീരം മണ്ണിൽ നിന്നുള്ളതല്ല. നമ്മളോ മണ്ണിൽ നിന്നുള്ളവരാ. അവൻ ഉയർത്തതുപോലെ നാം ഉയർക്കണമെങ്കിൽ ഈ മണ്ണിനെ കൊണ്ട് സ്വർഗത്തിൽ പോകണം. ഇപ്പൊ നമുക്ക് വ്യാഖ്യാനം ഇഷ്ടം പോലുണ്ട്. അത് വേറൊരു ശരീരമാണ്, വേറൊരു ഓക്കെ, ബാക്കിയൊക്കെ കേൾക്കാം, നോക്കട്ടെ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എങ്ങനെയാണ്? വളരെ കൃത്യമായിട്ട് ഉത്തരങ്ങളുള്ളപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ പറയുന്നവർ പറയട്ടെ. യേശു ക്രിസ്തു ശരീരം കൊണ്ടാണോ ഉയർത്തെഴുന്നേറ്റ്? ആത്മീയമായിട്ടോ ഉയർത്തെഴുന്നേറ്റത്? യേശു ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് വിലാവിൽ കൈ ഇട്ടത് നമുക്കറിയാം. യേശു അനേക പ്രത്യക്ഷമായ ഉണ്ടെന്നേ, ഒക്കെ നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ടെന്നേ. യേശു എന്തിനാണ് ഉയർത്തെഴുന്നത് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ സമൂഹത്തിൽ അതുണ്ട്. ഞങ്ങളുടെ കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് മറുപടി വരും. പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല അത്. നിങ്ങളെ സംബന്ധിച്ചോളം യേശു ക്രിസ്തു മണ്ണിൽ നിന്ന്, ഞാനൊരു ചോദ്യം ചോദിക്കാം, യേശു ക്രിസ്തു മണ്ണിൽ ദ്രവിച്ചു പോയിട്ടാണോ എഴുന്നേറ്റ് വന്നത്, അതോ 3-ാം ദിവസമാണ് എഴുന്നേറ്റ് വന്നത്? 4 ദിവസത്തിൽ കൂടുതൽ മരിച്ചാൽ ആരെങ്കിലും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ? മണ്ണിൽ ദ്രവിച്ചു പോയ ഏതെങ്കിലും ഒരാളെ യേശു ഉയർപ്പിച്ചിട്ടുണ്ടോ? മണ്ണിൽ ദ്രവിച്ചു പോയ ഒരാളെ യേശു ശരീരത്തെ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 100% വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ ഫിസിക്കൽ റിസറക്ഷൻ ഉണ്ട്. അവന്റെ ദാസനെ ദ്രവത്വം കാണാൻ സമ്മതിച്ചില്ലെന്ന്. മരിച്ചവരുടെ ഉയർപ്പെല്ലാം തന്നെ ദ്രവിക്കാത്തത് മാത്രമേ വന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് there is no physical resurrection agenda. അങ്ങനൊന്നില്ല. ഓക്കെ, നമുക്കറിയാം യേശു ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് വിധം ശരീരത്തോട്? രണ്ടാമത്തെ ചോദ്യം അതിന് പറയുന്നു, ഏത് വിധം ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കും? രണ്ടാമത്തെ ചോദ്യത്തിന് വളരെ വളരെ കൃത്യമായിട്ട് മറുപടി പറയുകയാണ്. എന്നിട്ട് പല മാംസങ്ങളെ കുറിച്ചും തേജസ്സുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പറയുകയാണ്, ഇതുപോലെ ഒരു പുതിയ ശരീരമായിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദൂതന്മാർ യേശു ക്രിസ്തുവിന്റെ അസൻഷന് സാക്ഷ്യം വഹിച്ചവരോട് വിളിച്ചു പറയുന്നത്, അവൻ പോയതുപോലെ അവൻ വരുമെന്നാണ്. നിങ്ങളുടെ ശരീരം കൊണ്ട് അവൻ പോയതുപോലെ വരും. ഞാൻ ഇതോടെ പറഞ്ഞു നിർത്താൻ പോയതുപോലെ വരുമെന്നല്ലേ പറഞ്ഞു. ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. പോയപ്പോ എത്ര പേര് കണ്ടു? പറ. ശിഷ്യന്മാർ കുറച്ചു പേരല്ലേ കണ്ടുള്ളൂ. പോയതുപോലെ വരുമ്പോൾ എത്ര പേര് കാണണം? കുറച്ചു പേരല്ലേ കാണാൻ പാടുള്ളൂ. പോയത് എവിടെ നിന്നാ? ഒലിവുമലയിലല്ലേ?
ഒലിവുമല തിരിച്ചു വന്നാൽ പിന്നെ ലോകം മൊത്തം അങ്ങനെ അവനെ കാണും? ആൻസർ മിസ്. ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കും, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനെ കണ്ടതുപോലെ അവൻ പോയതുപോലെ മടങ്ങി വരും. എവിടെ വരുമെന്നാണ്? ഇപ്പൊ പോയില്ലേ, അതുപോലെ വരുമെന്ന്. കുതിരപ്പുറത്താണോ പോയത്? അല്ലല്ലോ. അഗ്നിജ്വാലയിലാണോ യേശു പോയത്? അങ്ങനെ അതല്ലോ പറഞ്ഞത്. തെസ്സലോനിക്കർ ലേഖനം എഴുതുമ്പോൾ പൗലോസ് എന്ന് പറഞ്ഞേ, അവൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമെന്നല്ലേ? യേശു അഗ്നിജ്വാലയിലാണോ പ്രത്യക്ഷനായ? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അവൻ കുതിരയുടെ പുറത്ത് വരുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അവൻ കുതിരയുടെ പുറത്താണോ പോയത്? കയറി പോയപ്പോ അഗ്നിജ്വാലയിലാണോ പോയത്? പോയത് കുതിരപ്പുറത്താണോ പോയത്? യേശു പോയപ്പോ മേഘത്തിലാണോ പോയത്? അല്ലല്ലോ. ഒരു മേഘം മറച്ചെന്നല്ലേ പറയാം? മേഘത്തിൽ കയറി പോയെന്നല്ലേ പറഞ്ഞു? അങ്ങനാണോ? ഒരു മേഘമാനെ മറച്ചെന്നല്ലേ പറഞ്ഞു? അവൻ മേഘത്തിൽ മൂളിപ്പോയെന്നല്ലേ പറഞ്ഞേക്കുന്നത്? പക്ഷെ തിരിച്ചു വരുമ്പോൾ മേഘത്തിൽ വാഹനമാക്കി വരുമെന്നല്ലേ പറഞ്ഞേ? ചേട്ടാ, നമ്മുടെ ഇഷ്ടം സ്ഥാപിക്കാനല്ല ബൈബിൾ, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി പറയാനാ ബൈബിൾ. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് താങ്കൾ ഒരു ഈ ഭൂമിയിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള തെളിവുകൾ വളരെ കൃത്യമായിട്ടുള്ളപ്പോൾ ഇത്തരത്തിൽ വേദപുസ്തകത്തെ കോട്ടിക്കളയ്ക്കുന്ന ടീച്ചിങ് ആണ് ഇത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ടീച്ചിങ്ങുകൾ, ഇവരുടെ ഉപദേശങ്ങൾ വീണുപോകുന്നവർ അവർ ആത്മീയമായി അവരുടെ ജീവിതം വളരെയധികം അധപ്പതിച്ചു പോകുവാനിടയാൽ പ്രത്യാശ അവർക്ക് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ്. മതി, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ പ്രസംഗങ്ങളൊന്നും നിങ്ങൾ കേൾക്കാൻ പാടില്ല എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രിൻസ് പാസ്റ്റർ പറഞ്ഞത്. ഞാൻ ഇദ്ദേഹത്തെ എടുക്കത്തില്ലായിരുന്നു, പക്ഷെ ഇത്രയും ഗൗരവമായ നിലയിൽ ആക്ഷേപങ്ങൾ പറയുന്ന സ്ഥിതിക്ക് മറുപടി അർഹിക്കുന്നത് കൊണ്ടാണ്, പറയേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിൻസ് പാസ്റ്ററിന്റെ ഓരോ സെന്റൻസും എനിക്ക് മറുപടിയുണ്ട്, കൃത്യമായിട്ടുണ്ട്. എനിക്ക് ബൈബിൾ സെമിനാരി വലിയ പഠിത്തമില്ല, പിന്നെ വായിക്കാനും എഴുതാനും ഒക്കെ അത്യാവശ്യം മാത്രം അറിയാം, വലിയ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല. പക്ഷെ കർത്താവിനോട് സ്നേഹമുണ്ട്, ദൈവസഭയെ സ്നേഹിക്കുന്നു, ക്രിസ്തുവിന്റെ ജനത്തെ സ്നേഹിക്കുന്നു, ദൈവരാജ്യത്തിലെ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരെ വിശ്വസിക്കുന്ന ഈ പറയുന്ന ദൈവദാസനും പാസ്റ്റർ പ്രിൻസും എൻ്റെ സ്നേഹിതനും സഹോദരനാണ്. ഒരു മാറ്റമൊന്നുമില്ല. ആശയങ്ങളെ ആശയം കൊണ്ട് എതിർക്കുന്ന, അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹവുമായിട്ട് യാതൊരു പകയോ വിദ്വേഷമോ ഇല്ല. ഞാൻ ബെന്തിക്കോസ്ത് അല്ല. അതുകൊണ്ട് ബെന്തിക്കോസ്തുകാരെ സംബന്ധിച്ചോളം ന്യായപ്രമാണമാണ്. കാരണം അവർക്ക് തെറ്റ് ചെയ്തവനും ഒന്നാണ്. കാരണം പാപം ചെയ്തവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. കാരണം യഹൂദനെ സംബന്ധിച്ചോളം പാപം ചെയ്തവനും ഒന്നാണ്. അതുപോലെ അവർ ന്യായപ്രമാണത്തിലായതുകൊണ്ട് ആശയത്തെയും വ്യക്തിയെയും ഒരുപോലെ വെറുക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ. പാസ്റ്റർ പ്രിൻസ് ക്രിസ്തു യേശുവിനെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് ഇറ്റ്സ് മോർ ദാൻ എനഫ്. ഐ ലവ് കാത്തലിക് ബിക്കോസ് ദേ ലവ് ജീസസ് മോർ ദാൻ മെനി ഓഫ് ദ ചർച്ച് മെമ്പേഴ്സ് ഇൻ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ അവരെ സ്നേഹിച്ചേ പറ്റത്തു. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സങ്കുചിതമായ ഒരു കൊച്ചുകൂട്ടമല്ല. ദൈവരാജ്യം 200 കോടി ദൈവമക്കളുള്ള ഒരു വലിയ രാജ്യമാണ്. സോ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാം. ഇദ്ദേഹം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റോടെ ഞാൻ ഈ വീഡിയോ അവസാനിക്കും. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യും. ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഈ ആൾക്ക് തന്നെ ഇഷ്ടം പോലെ ഷെയർ ചെയ്ത് കൊടുക്കും. അവരിത് കേൾക്കണം. മറുപടിയുമായിട്ട്, ബൈബിളിലെ മറുപടിയുമായിട്ട്. പിന്നെ ഈ മറുപടിയുമായിട്ട് വരുമ്പോൾ ആക്ഷേപിക്കാൻ വന്നാൽ മറുപടി കൃത്യമായിട്ട് അതേ നിലയിൽ തന്നെയായിരിക്കും ഞങ്ങൾ തിരിച്ചു പറയാൻ പോകുന്നത്. കാരണം ഒരു സാമാന്യ മര്യാദ എല്ലാവർക്കും ഉണ്ട്. ആശയം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ആശയമാണ്. ആ ആശയത്തെ മാത്രമേ ഞാൻ കണ്ടിച്ചിട്ടുള്ളൂ. ആ ഒരു ബഹുമാനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ നന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാരണം എന്നറിയാമോ, പിന്നെ നാളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ ഒരു കമന്റിൽ വന്നിട്ട് പറഞ്ഞു, ഇവൻ ഇങ്ങനെയാണ്, ദുരുപദേശനാണ്, വാടച്ച് മിണ്ടിട്ട് പോടാ. ഞാൻ താൻ എൻ്റെ പണി നോക്കി പോടോന്ന് എഴുതി വെച്ചു. ഉടനെ എൻ്റെ താഴെ വന്നിട്ട് പറയാം, നിങ്ങളുടെ തനി ഗുണം വെളിപ്പെടുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തനിക്കുണം വെളിപ്പെടുക, ഇവർക്ക് എന്തും പറയാം. ആ ചിറ്റമ്മ നായം അങ്ങ് പോക്കറ്റ് വെച്ചാൽ മതി എൻ്റെ പൊന്നേട്ട. ഞങ്ങളും അത്യാവശ്യത്തിന് മറുപടിയൊക്കെ പറയും സ്നേഹത്തിൽ. ഒക്കെ ഞാൻ വാക്കുകൾക്ക് വിരാമിടുന്നു. കാരണം ഞാൻ എന്താണോ വിശ്വസിക്കുന്നത്, നമ്മൾ എന്താണോ മനസ്സിലാക്കുന്നത്, അതിന് നേരെ ഒരു ആരോപണം വന്നാൽ, ആക്ഷേപം വന്നാൽ കൃത്യമായി തിരുവെടുത്ത് വെച്ച് മറുപടി കൊടുക്കണം. ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് എല്ലാത്തിനും മറുപടി ഇല്ല. അദ്ദേഹത്തിന് ആശയത്തെ ജസ്റ്റ് ഇങ്ങനെ തൊട്ടുപോയതേ ഉള്ളൂ. ഓരോന്നെടുത്ത് വിശദീകരിക്കാൻ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് കഴിയും. അത് സാധ്യമാകുന്ന നിമിഷങ്ങളിൽ, സമയങ്ങളിൽ അതിനായിട്ട് ഒരുങ്ങാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എല്ലാവരും അനുഗ്രഹിക്കപ്പെടുക, സമാധാനത്തിൽ ജീവിക്കുക, യേശുവിന്റെ സ്നേഹത്തിൽ തുടരുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.